الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. القسم الثاني ബിദായത്തുൽ ഹിദായ എന്ന കിതാബിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞു. ഒന്നാം ഭാഗം ഏത്? ഇബാദാത്തുകൾ. ഇനി രണ്ടാം ഭാഗം മഅസിയത്തുകൾ അഥവാ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നും അതൊഴിവാകേണ്ട വിഷയങ്ങളാണ് നീ സംസാരിക്കുന്നത്. ഇലം അന്നദ്ദീന് ശത്റാനി, ദീന് രണ്ട് ഭാഗമാണ്. ഒന്നെന്താ? അഹദുഹുമാ തർക്കുൽ മആസി, കുറ്റകൃത്യങ്ങൾ വർജിക്കലാണ് ഒന്ന്. വൽ ആഖറു ഫിഅലു ത്വാആത്ത്, ത്വാഅത്തുകൾ ചെയ്യലാണ് രണ്ടാം ഭാഗം. ഇത് രണ്ടിൽ നിന്നും ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? തർക്കുൽ മആസിക്കാണ്. പഴയകാലത്ത് പറയലുണ്ട്, വൈദ്യത്തെ ഒഴിച്ചാലും പത്യം വിട്ട് തെറ്റല്ല എന്നിട്ട് നസീഹത്ത് കാണുന്ന പറഞ്ഞിട്ട് പഴയകാലത്ത് നമ്മൾ അവിടെ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടാവും, വൈദ്യത്തെ ഒഴിച്ചാൽ നീ മരുന്ന് കുടിക്കുന്നില്ലെങ്കിലും പത്യം നിന്നാൽ മതിയെന്ന്. അതാണ് തർക്കുൽ മനാഹി ഹുവൽ അശദ്ദു, കുറ്റകൃത്യങ്ങൾ വർജിക്കുക എന്നുള്ള കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തു. എന്തുകൊണ്ട്? ഫത്വാഅത്തു യഖ്ദിറു അലൈഹ കുല്ലു അഹദിൻ, ഒരു ത്വാഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കും, എല്ലാവരും അതിന് തയ്യാറുണ്ടാവും. വ തർക്കു ശഹവാത്തി ലാ യഖ്ദിറു അലൈഹി ഇല്ല സിദ്ദീഖൂൻ, ശഹവാത്തുകളെ ഉപേക്ഷിക്കുക എന്നുള്ളത് സിദ്ദീഖീങ്ങളായ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് അതിനെ കുറിച്ച് കടുപ്പമുണ്ടെന്നായി. ഇത്തക്കിൽ മഹാരിമ തക്കുൻ അത്തഖന്നാസ് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ, മഹാരിമകളെ വർദ്ധിക്കുക എന്നാൽ എന്താക്കി തക്കവയിൽ നീ ഏറ്റവും വലിയ തക്കവക്കാരനാവുമെന്ന് പറഞ്ഞു. അതാ ഇനി വലിദാലിക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ സൂഅ, ശരിയായ ഹിജ്റ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളാണ്. നാട് വിട്ടു പോകുന്നാക്കല്ല ശരിയായ ഹിജ്റ. വൽ മുജാഹിദു മൻ ജാഹദ ഹവാഹു, ജിഹാദ് ചെയ്യുന്ന ആളിൽ ഏറ്റവും വലിയ ജിഹാദ് ആരാതാണ്? അവനെ തടിഹവാനോടുള്ള ജിഹാദ് ചെയ്യുന്ന ആളാണെന്നാണ്. മറ്റുള്ള ശത്രുക്കളെ ചിലപ്പോൾ ഓടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ. അതാ ഇനി വഅലം അന്നക ഇന്നമാ തഅസില്ലാഹ തആല ബിജവാരിഹിക, നീ അല്ലാഹു തആലാക്ക് മഅസിയത്ത് ചെയ്യുന്നത് നിൻ്റെ അംഗങ്ങൾ ഉപയോഗിച്ചാണ്. ആ അംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നീ പറയട്ടെ. വഹിയ, അംഗങ്ങൾ എന്ന് പറയുന്നത് നിഅമത്തും മിനല്ലാഹി തആല അലൈക, അല്ലാഹു തആല നിൻ്റെ മേൽ നൽകിയ വലിയൊരു നിഅമത്താണ് അംഗങ്ങൾ. അതുകൊണ്ടല്ല ബാക്കി പ്രവർത്തനമൊക്കെ അല്ലേ. രണ്ട്, അമാനത്തുല്ലതയ്ക്ക, നിൻ്റെ അടുക്കൽ അമാനത്തുമാണ്. അപ്പം രണ്ടെണ്ണം പറഞ്ഞ ഇനി. അപ്പം ഫസ്തിആനതുക ബി നിഅമത്തില്ലാഹി, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്ത് ഉപയോഗിച്ചിട്ട് അത് സഹായം തേടൽ, അലാ മഅസിയത്തിഹി, അള്ളാഹ്ക്ക് കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കൊണ്ട് സഹായകമാക്കൽ. ആയത്തുൽ കുഫ്രാൻ, നിഅമത്തിനോട് കാട്ടുന്ന അങ്ങേയറ്റത്തെ നന്ദികേടാണത്. വഖിയാനതുക ഫീ അമാനത്തിൻ, രണ്ടാമത് പറഞ്ഞല്ലോ ഇതൊരു അമാനത്താണെന്ന്. അമാനത്തിൽ ഖിയാനത്ത് വരുത്തലി. എങ്ങനത്തെ അമാനത്ത്? ഔദഅക അല്ലാഹു തആല, അല്ലാഹു തആല നിൻ്റെ അടുക്കൽ അത് സൂക്ഷിക്കാൻ തന്നിട്ടുണ്ട് ഒരു അമാനത്തായിട്ട്. അതിൽ ഖിയാനത്ത് വരുത്തിയാൽ ഗായത്തു തുഗ്യാൻ, അങ്ങേയറ്റത്തെ വഴികേടാണ്. അപ്പോൾ രണ്ടും പറഞ്ഞ് രണ്ട് കാര്യം പറഞ്ഞു. ഫൈന അലാഅക, നിൻ്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ റആയാക, നിൻ്റെ ഭരണീയരാണ്. അതായത് രാജാവ് ഭരിക്കുമ്പോൾ എൻ്റെ പ്രജകൾക്ക് എന്താ പറയും? റആയ.
ഫൻളുർ, അതുകൂടെ നീ ചിന്തിക്കണം, കൈഫ തർആഹ, ഈ ഭരണീയരായ നിൻ്റെ അംഗങ്ങളെ എപ്രകാരമാണ് നീ ഭരിക്കുന്നത് എന്ന് നീ എപ്പോഴും ചിന്തിക്കണം. കണ്ടു ഹദീസുണ്ട്, ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭരണകർത്താക്കളാണ്, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭരണീയരെക്കുറിച്ച് ചോദിക്കപ്പെടുകയും ചെയ്യും. വഅലം അന്ന ജമീഅ അലായിക സതശ്ഹദു അലൈക ഫി അറസാത്തിൽ ഖിയാമ, നിൻ്റെ മുഴുവൻ അംഗങ്ങളും നിനക്കെന്താക്കും, ഖിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കും. ബലിസാനിൻ ദലിഖൻ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ നാവ് കൊണ്ടെന്ന് വെച്ചാൽ അതിന് ഭാഷ ഉപയോഗിച്ചിട്ട് സാക്ഷി നിൽക്കും. അപ്പോൾ യഫ്ളഹുക അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല നിന്നെന്താക്കും, ഫളീഹത്താക്കും, നല്ല മലഇൻ മിനൽ ഖലായിഖ്, ഒരുപാട് ജനങ്ങൾ കൂടിയ ഒരു സദസ്സിൽ വെച്ചിട്ട് നീ ഫളീഹത്താകേണ്ടി വരും. ഖാല അല്ലാഹു തആല യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, ആ ഖിയാമത്തിൻ്റെ ദിവസത്തിൽ അവരുടെ നാവ്, അവരുടെ കൈകൾ, അവരുടെ കാലുകൾ, ഇതെല്ലാം അവർ അതുകൊണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചുവോ അതിന് സാക്ഷി നിൽക്കും. വഖാല തആല അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവർ ബായിക്ക് സീല് ചെയ്യും എന്ന് പറഞ്ഞാൽ കളവറിയാതിരിക്കാൻ. എന്നിട്ടോ വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഫഹഫൽ ജമീഅ ബദനിക്, നിൻ്റെ ശരീരം മുഴുവനും നീ കാത്തു സൂക്ഷിക്കണം. വഖുസൂസൻ, പ്രത്യേകിച്ച് അലാക സബ്അ, 7 അംഗങ്ങളാണ് പറയുന്നത്. ഫഇന്ന ജഹന്നമ ലഹാ സബ്അതു അബ്വാബിൻ, ജഹന്നമിന് 7 വാതിലുകളുണ്ട്. ലിക്കുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, അതായത്താണല്ലോ സൂറത്തുൽ ഹിജ്റിലുണ്ടായ ആയത്ത്. ഓരോ ബാബിൻ്റെ മുണ്ട് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഓഹരി വെക്കപ്പെട്ട ഒരു ജുസ്, അതായത് ഇന്ന വാതിൽ കൂടി ഇന്ന വിഭാഗം കടക്കണമെന്ന് ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും വലാ യതഅയ്യനുൽ ഇത്തിക്കൽ അബ്വാബി ഇല്ലാ മൻ നസല്ലാഹു തആല, അല്ലാഹു തആലാക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്തവരല്ലാതെ ഇതിൽ കൂടി നിശ്ചയിക്കപ്പെടില്ല. ബിഹാദിഹിൽ ആലായി, 7 അംഗങ്ങളാണല്ലോ ഉള്ളത്. വഹിയൽ ഐനു, പിന്നെ വൽ ഉദുനു കാത്, ലിസാന് അല്ലേ, വൽ ബത്നു വൽ ഫർജു വൽ യദു വർ റജുലു, 7 ഐന്, ഉദുന്, ലിസാന്, ബത്ന്, ഫർജ്, യദ്, കാലി. ഇനി അമ്മൽ ഐനു, ഇനി ആദ്യം പറഞ്ഞില്ലേ ഓരോന്നും അല്ലാഹു തആല നമുക്ക് ഒരാവശ്യത്തിന് നമുക്ക് അനുഗ്രഹമായി തന്നതാണ് എന്നുള്ളത്. അതാ ഫഇന്നമാ ഖുലിഖത് ലക, ഈ കണ്ണ് നിനക്ക് പടച്ചു തന്നിരിക്കുന്നത് ഈ തഹ്തദിയ ബിഹാ ഫി ദുലുമാതി, ഇരുട്ടുകളിൽ നിനക്കെന്താക്കണം, മാർഗം തെറ്റിപ്പോവാതെ യഥാർത്ഥ മാർഗത്തിൽ സഞ്ചരിക്കാനാണ്. ഇരുട്ടുണ്ടാകുമ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. എന്നിട്ടോ അതൊരു ഒരാവശ്യം. വതസ്തഈന ബിഹാ ഫിൽ ഹാജാത്ത്, നിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഈ കണ്ണുപയോഗിച്ചിട്ട് ഒരു ഇസ്തിആനത്ത് ചെയ്യാനും ഉണ്ടാകും. ഇനി 2 വതൻദുറ ബിഹാ ഇല അജായിബ് മലക്കൂത്തിൽ അർളി വസ്സമാവാത്ത്, ആകാശത്തിലും ഭൂമിയിലുമുള്ള മലക്കൂത്തിലടങ്ങിയ അജായിബുകളെ നോക്കാൻ വേണ്ടിയിട്ടുമാണ് കണ്ണ്. എന്നിട്ടോ വതഅതബിറ ബിമാ ഫിഹാ മിനൽ ആയാത്ത്, ഈ മലക്കൂത്തുസ്സമാവാത്തി വൽ അർളിലടങ്ങിയ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ടോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാണ്. ഇതൊക്കെയാണ് കണ്ണുകൊണ്ടുള്ള ആവശ്യം. അതുകൊണ്ട് ഫഹഫൽഹ അൻ സലാസത്തിൻ, 3 കാര്യങ്ങളെ തൊട്ട് കണ്ണിന് കാക്കേണ്ടതുണ്ട്. 1 അൻ തൻദുറ ബിഹാ ഇലാ ഗൈരി മഹ്റമിൻ, മഹറമല്ലാത്തതിലേക്ക് നോക്കല്. അതുപോലെ ഇലാ സൂറത്തിൻ മലീഹത്തിൻ ബിശഹവത്തി നഫ്സിൻ, നഫ്സിൻ്റെ ശഹവത്തോടുകൂടി മലീഹത്ത് എന്ന് വെച്ചാൽ കൗതുകമുള്ള വസ്തുക്കളിലേക്ക് നോക്കാതിരിക്കുക. അത് 1. ഔ തൻദുറ ബിഹാ ഇലാ മുസ്ലിമിൻ ബിഐനിൽ ഇഹ്തിഖാർ, ഒരു മുസ്ലിമിലേക്ക് നിസ്സാരപ്പെടുത്തുന്ന കണ്ണുകൊണ്ട് നോക്കൽ, അത് വർജിക്കേണ്ടതാണ്. ഇനി 3 ഔ തത്തലിഅ ബിഹാ ഇലാ ഐബ് മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ ഐബ് എന്തൊക്കെയാണ് എന്ന് എത്തി നോക്കൽ. ഐബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താണ്, അതിൻ്റെ ചില ആലാത്തുകൾക്ക് ഇപ്പോൾ ഉണ്ടാവും, രഹസ്യങ്ങളൊക്കെ ചോർത്താനൊക്കെ. ഈ 3 കാര്യം വരാതെ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കണ്ണിൻ്റെ കാര്യം പറഞ്ഞത്.
അതെ. ഇനി വഅമ്മൽ ഉദുനു, കാതല്ലേ, ഫഹ്ഫദ്ഹ അൻ അൻ തുസ്ഗ ബിഹാ ഇലൽ ബിദ്അത്തി അവിൽ ഗീബത്തി അവിൽ ഫുഹ്ശി അവിൽ ഖൗലി ഫിൽ ബാത്തിൽ. കാതിനെ സൂക്ഷിക്കണം, അതുകൊണ്ട് ബിദ്അത്തിലേക്ക് ശ്രദ്ധിക്കണം. തൊട്ട് എവിടെന്നെങ്കിലും ഒരു ബിദ്അത്തുകാരൻ ഭയന്ന് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി എന്നിട്ട് പരിപാടി വിജയിപ്പിക്കൊന്നും വേണ്ട. എന്താ അവൻ്റെ വാചാലമായ സംസാരത്തിൽ എൻ്റെ കൈമനോട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് ആൾ കൂടല്. അതുപോലെ അവിൽ ഗീബത്തിലേക്ക് ശ്രദ്ധിക്കല്, അവിൽ ഫുഹ്ശി അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും സംസാരങ്ങളായിക്കോട്ടെ, അവിൽ ഖൗലി ഫിൽ ബാത്തിൽ അല്ലെങ്കിൽ ബാത്തിലായ ഒരു കാര്യത്തിൽ വേണ്ടാണ്ടിങ്ങനെ ചർച്ച ചെയ്യുക, ഒരു കാര്യമില്ലാതെ. ആ ദിക്രി മസാബി നാസി അല്ലെങ്കിൽ ജനങ്ങളുടെ പോരായ്മകൾ, അവരുടെ അയ്ബുകൾ സംസാരിക്കൽ. അതാ ഫൈന്നമാ ഖുലിഖത്തിലക്ക, ഈ കാത് നിനക്ക് അല്ലാഹു തആല സൃഷ്ടിച്ച് തന്നിരിക്കുന്നത് ലി തസ്മഅ ബിഹാ കലാം അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ കലാം കേൾക്കാൻ വേണ്ടിയാണ്. വസുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കേൾക്കാൻ വേണ്ടിയാണ്. അത് കേൾക്കലേതായിരിക്കും ഹദീസുകൾ. ഹിക്മത്ത് ഔലിയാഇഹി, അതോടെ ഔലിയാക്കളുടെ ഹിക്മത്ത്. സിക്കന്ദരി ഇമാമിൻ്റെ ഹിക്മത്തുണ്ട്, പല ഇമാമിങ്ങൾക്കും ഹിക്മ എന്ന് പറഞ്ഞിട്ട് കിതാബുണ്ടല്ലോ. ഇബ്നു അത്താഇല്ലാഹി തങ്ങൾക്ക് മാത്രമല്ല, പക്ഷെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അബുൽ ഹസൻ ഷാദിലി തങ്ങൾക്ക് പുറത്തെ ഹിക്കമുണ്ട്, അബുൽ അബ്ബാസുൽ മുർസിക്ക് ഹിക്കമുണ്ട്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്കുണ്ട്, റിഫാ ഷെയ്ഖിനുണ്ട്. പക്ഷേ റിഫാ ഷെയ്ഖിൻ്റെ ഏതാനും വചനങ്ങളല്ലാതെ ബാക്കിയെല്ലാം തീപിടിച്ച കൂട്ടത്തിൽ പോയി എന്ന് പറയുന്നു. എല്ലാം കിട്ടിയെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുന്നു എൻ്റെ ഹിക്കമ്. അപ്പോൾ അബൂ അദിയൻ്റെ ഹിക്കമ് പല വഴിയാക്കൾക്കുമുണ്ട്. അതുപോലെ വതതവസ്സല ബിഹാ ഇലസ്തിഫാദത്തിൽ ഇൽമി, കാതുപയോഗിച്ചുകൊണ്ട് ഇൽമ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കണം, അത് വസീലാക്കി അതിന് ഒരു മാർഗമാക്കി ഉപയോഗിക്കാം. അത് സ്വാതന്യ അതും അവിടേക്ക് ചെന്ന് ചേരാൻ. ലി തനാല ബിഹ, എന്തിനാണ് ഇൽമ് പഠിക്കുന്നത്, അതുകൊണ്ട് കിട്ടണം അൽ മുൽക്കൽ മുഖീം വന്നഈം അദ്ദായിം, കാലാകാലം നിലനിൽക്കുന്ന ദായിമിയായ നഈമും സ്വർഗവും നീക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. ഇതിനൊക്കെയാണ് കാതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത് വകുപ്പ് മാറ്റി. ഫൈദ അസഗൈത ബിഹ ഇലാ ഷൈഇൻ മിനൽ മക്കാരിഹ്, മുമ്പ് കുറേ മക്കാരിഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് ബിദ്അത്ത് കേൾക്കലി, ഗീബത്ത് കേൾക്കലി, ഫുഹ്ശ് കേൾക്കലി, ഇങ്ങനെ. അതിലേക്ക് നീ ശ്രദ്ധിക്കാൻ പോയാൽ സാറ മാക്കാന ലക്ക അലൈക്ക, നിനക്ക് അനുകൂലമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന വസ്തു എന്തായി നിനക്ക് പ്രതികൂലമായി മാറിയിരിക്കുന്നു. നേരത്തെ അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാം, ഹദീസുകൾ കേൾക്കാം, ഹിക്മത്തുകൾ കേൾക്കാം, ഇൽമ പഠിക്കാം, അതെല്ലാം ലഖയാണ്. നിനക്ക് അനുകൂലമായി വരേണ്ട സാധനം എന്താക്കി അലക്കിയായിട്ട് മാറി. വങ്കലവ മാക്കാന സബബ ഫൗസിക്ക, നിനക്ക് വിജയത്തിന് കാരണമാക്കിയ ഒരു കാര്യം എന്താക്കി എന്നറിയോ, ഫസാറ സബബ ഹലാക്കി, ഹലാക്കാകാനുള്ള സബബായി മാറിയിരിക്കുന്നു. ദബഹാദ ഗായത്തുൽ ഖുസ്റാൻ, ഇതിനാണ് അങ്ങേയറ്റത്തെ നഷ്ടം എന്ന് പറയുന്നത്. ഇനി പറയട്ടെ, വലാ തദുന്നന്ന അന്നൽ ഇസ്മ യഖ്തസ്സു ബിഹിൽ ഖായിലു, പറയുന്നവന് മാത്രമേ കുറ്റമുള്ളൂ എന്ന് നീ വിചാരിക്കണ്ട. ദൂനൽ മുസ്തമീന് കിട്ടൂല. കാരണം പറയാൻ വേണ്ടി എനിക്ക് പ്രോത്സാഹനം ഉണ്ടാകണമെങ്കിൽ കേൾക്കുന്ന ആൾ വേണ്ടേ. ഫഫിൽ ഖബരി ഇന്നൽ മുസ്തമിഅ ശരീക്കുൽ ഖായിൽ, കേൾക്കുന്നവന് ഖായിലിൻ്റെ ശരീക്കാണ് എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് വഹുവ അഹദുൽ മുഖ്താബൈൻ, ഗീബത്ത് പറഞ്ഞ രണ്ടിൽപ്പെട്ട ഒരാളവനായി. ഒന്ന് പറഞ്ഞാൾ, ഒന്ന് കേട്ടാൾ. ഇനി അപ്പം കാത് കഴിഞ്ഞല്ലോ. വഅമ്മൽ ലിസാനു, ഇനി നാവ്. ഫഇന്നമാ ഖുലിഖ ലക, അത് നിനക്ക് അല്ലാഹു തആല പഠിച്ചു തന്നിരിക്കുന്ന ലിതുക്സിറ ബിഹി ദിക്റല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കാൻ വേണ്ടി. വതിലാവതി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബ് ഓതാൻ വേണ്ടി, ഖുർആൻ ഓതാനേ. വതുർശിദ ബിഹി ഖൽഖല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പടപ്പുകളെ നേർമാർഗം കാണിച്ചു കൊടുക്കാൻ. അടുത്തേക്ക് ഇലാ തരീഖിഹി, അള്ളാഹുവിൻ്റെ തരീഖിലേക്ക്. ഇനി വതുൽഹിറ ബിഹി മാഫി ദമീരിക മിൻ ഹാജാത്തി ദീനിക വ ദുനിയാക, അതുപോലെ
ദീനിയായതും ദുന്യവിയുമായ പല ഹാജാത്തും നിൻ്റെ മനസ്സിലുണ്ടാകും. അത് വേറൊരാളോട് പറഞ്ഞറിയിക്കണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം വേണോ, അല്ലെങ്കിൽ ഇത് വേണോ, ഇത് വേണോ, അല്ലെങ്കിൽ ഇത് മനസ്സിലുള്ള പല ഹാജത്തും അത് മൂപ്പെന്തായാലും ലാസ്റ്റ് പിന്തിച്ചാണ് വെച്ചത്. ഫൈദസ്തഅമൽതഹു ലിഗൈരി മാ ഖുലിഖ ലക, ഈ നാവ് എന്തിനു വേണ്ടി പടക്കപ്പെട്ടുവോ അതല്ലാത്തതിൽ നീ ഉപയോഗപ്പെടുത്തിയാൽ ഫഖദ് കഫർത, നീ നന്ദി കേട് കാട്ടി ബിനിഅമത്തില്ലാ, അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്ത്. ഈ നാവിനെന്താ? വഹുവ അഗ്ലബു അലായിക അലൈക, നാവാണ് നിന്നെ ഏറ്റവും കീഴടക്കുന്ന സാധനം. എന്താ? അതുപോലെ തന്നെ വാല സായിലുൽ ഖൽഖി, മറ്റ് പടപ്പുകളെ മേലിലും കീഴടക്കാൻ വരുന്ന സാധനം നാവാണ്. മറ്റുള്ള അംഗങ്ങളെക്കാളും ഇതിന് ഭയങ്കരമാണ്. വലാ യകുബുന്നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനത്തിഹിം, അതൊരു ഹദീസാണ്. ജനങ്ങളെ നരകത്തിൽ അവരുടെ മുഖത്തിൻ്റെ മേലായിട്ട് മുഖം കുത്തിക്കൂല അവർ നാവ് കൊണ്ട് കൊയ്തെടുത്ത കാര്യങ്ങളല്ലാതെ. നാവ് കൊണ്ട് കൊയ്തെടുത്ത കുറ്റകൃത്യങ്ങളാണ് എന്താക്കുന്നത്? അവർ നരകത്തിലേക്ക് മുഖം കുത്തിക്കുന്നത്. ഒരു ഹദീസാണ്. അതുകൊണ്ട് ഫസ്തൽഹിർ അലൈഹി, നീ എന്താക്കണം? നാവിനെ കീഴടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്ങനെ? ബി ഖായത്തി ഖുവ്വതിക, നിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നാവിനെന്താക്കണം? പിടിച്ചടക്കണം. ഹത്താ ലാ യകുബ്ബക ഫീ ഖഅരി ജഹന്നം, ജഹന്നമിൻ്റെ ആഴത്തിലേക്ക് നിന്നെ മുഖം കുത്തിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. ഫഫിൽ ഹദീസിലുണ്ട് ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമ, ഒരു മനുഷ്യൻ ഒരു കലിമത്ത് സംസാരിക്കും. ഫയഹ്വി ബിഹാ ഫീ ജഹന്നമ, ജഹന്നമിൽ അവനെന്താക്കും? താഴോട്ടേക്ക് പോവുകയാണ്. 70 ഖരീഫൻ, 70 കൊല്ലം സഞ്ചരിച്ചാൽ എത്താവുന്ന ആഴത്തിലേക്ക് ഒരു കലിമത്തുണ്ട്. വഖുത്തില ഷഹീദും ഫിൽ മഅറക, യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ഷഹീദ്, ഒരാൾ കൊല്ലപ്പെട്ട് ഷഹീദായി. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ പറഞ്ഞു ഹനീ അല്ലഹു അൽ ജന്ന, അയാൾക്ക് സ്വർഗം അയാളെ സന്തോഷിപ്പിക്കട്ടെ, എല്ലാം സ്വർഗത്തിലേക്ക് എത്തിപ്പോയി. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇപ്പോഴേ സ്വർഗം പാസ്സാക്കാനായ? വമാ യുദ്രീക, എനിക്കറിയോ? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, ആവശ്യമില്ലാത്തൊരു വിഷയത്തിൽ അയാൾ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ അറിയോ? അതുപോലെ യബ്ഖലു, സംസാരിക്കാതിരിക്കാൻ ബഖീൽത്തരം കാട്ടിയിട്ടുണ്ടോ? ബിമാ ലാ യുഗ്നീഹി, അവൻ ആവശ്യമുള്ളത് അത് പറഞ്ഞാലേ പറ്റൂ. ആ വിഷയത്തിൽ പറയാതിരുന്നിട്ടുണ്ടാവാമല്ലോ. ഒന്ന് മാലാ യഅനീഹിൽ സംസാരിച്ചു, മറ്റൊന്ന് പറയേണ്ട, അത് പറയൽ അനിവാര്യമാണ്, അതൊഴിവല്ല. അങ്ങനെയുള്ള കാര്യത്തിൽ പറയാതിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകൂലേ? അപ്പോൾ അതിനെ കണക്കായിട്ട് ഇപ്പം തന്നെ സ്വർഗം പാസ്സാക്കല. അതുകൊണ്ട് ഫഹഫദ് ലിസാനക മിൻ സമാനിയത്തി അഷിയാകും, 8 കാര്യങ്ങളെ തൊട്ട് നിൻ്റെ നാവ് നീ കാക്കണം. അൽ അവ്വലു, ഒന്നെന്താണ്? അൽ കദിബ്, കളവ് പറയൽ. ഫഹഫദ് ലിസാനക മിൻഹു, കളവിനെ തൊട്ട് നിൻ്റെ നാവിനെ കാക്കണം. ഫിൽ ജിദ്ദി വൽ ഹസ്ലി, കാര്യത്തിനായാലും തമാശക്കായാലും. വലാ തുഅവ്വിദ് നഫ്സകൽ കദിബ ഹസിലൻ, തമാശയ്ക്ക് വേണ്ടി കളവ് പറഞ്ഞ് ശീലിക്കാൻ പാടില്ല. അന്നെന്താക്കും? ഫയതദ ഇലൽ ജിദ്ദി, പിന്നെ കാര്യത്തിലേക്ക് കളവറിയുന്നതിലേക്ക് അത് വലിച്ചിഴക്കും. ഫൽ കദിബു ഉമ്മഹാത്തുൽ കബായിർ, വങ്കുറ്റങ്ങളുടെ ഉമ്മമാരിൽപ്പെട്ടതാണ് ഇത് കളിപ്പ്. അതുകൊണ്ടല്ല അമ്പിയാക്കളെ അല്ലാഹു തആല എന്താക്കി അതിനിട്ട് മുനസ്സഹാക്കിയില്ലേ. സുമ്മ ഇന്നക ഇദാ ഉരിഫ്ത ബിദാലിക, നീ കളവ് പറയുന്ന ആളാണെന്ന് അറിയപ്പെട്ടാലോ പിന്നെ നിൻ്റെ വാക്കിന് വിലയുണ്ടാവില്ല. അയാൾ എപ്പം പണ്ടേ കളവ് പറയുന്ന ആളാണ്. സഖതത്തി സിഖതു ബി ഖൗലിക്, നീ എൻ്റെ വാക്ക് പറഞ്ഞാൽ നിൻ്റെ കൗല് കൊണ്ട് ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. തസ്ദരീക്കൽ അയ്യുനു, കണ്ണുകൾ എന്താക്കും? നിന്നെ നിസ്സാരപ്പെടുത്തും, നോക്കുന്ന ആൾ നിന്നെ നിസ്സാരപ്പെടുത്തും. തഹ്തഖിറുക, നിന്നെ നീചനായി കണക്കാക്കും. ഫഇദാ അറത അൻ തഅരിഫ ഖുബ്ഹൽ കദിബി മിൻ നഫ്സിക്, കളവ് എത്രത്തോളം മോശമാണ് അതിൻ്റെ കൊബുഹ് നീ അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നിൻ്റെ പേരിൽ വേറെ ആളുകൾ പറഞ്ഞാൽ എന്തായിരിക്കുമെന്ന്. ഫൻദുർ ഇലാ കദിബി ഗൈരിക, മറ്റൊരാളുകൾ പറയുമ്പോൾ വൈലാ നിഫ്റത്തി നഫ്സിക്ക അൻഹു, അതിനെ തൊട്ട് നിൻ്റെ നഫ്സ് വമ്പിച്ച വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ലേ? വേറൊരാൾ പറയുമ്പോൾ വെറുപ്പുണ്ടെന്നും എനിക്ക് പറയാമെന്നും വരില്ലല്ലോ. അത് വസ്തിഹക്കാരിക്കൽ ഈ സാഹിബിഹി, ആ കളവിൻ്റെ സാഹിബിനെ നീ എന്താകും? നിസ്സാരപ്പെടുത്തും.
വസ്തിഖ്ബാഹിക ലഹു, അവനെ നീ എന്താക്കും? മോശമാനായി കണക്കാക്കും. വകദാലിക, എന്നാൽ അപ്രകാരം ഫഫ്അൽ ഫി ജമീ ഉയൂബി നഫ്സിക്ക്, നിൻ്റെ എല്ലാ നഫ്സിൻ്റെ എല്ലാ ഐബുകളിലും ഇപ്രകാരം ചെയ്തു നോക്ക്. ഫഇന്നക ലാ തദ്രി ഖുബ്ഹ ഉയൂബിക മിൻ നഫ്സിക, കണ്ടാ, നിൻ്റെ നഫ്സിൻ്റെ ഐബിൻ്റെ ഖുബ്ഹ് എനിക്ക് തിരിയുന്നില്ല. ബൽ മിൻ ഗൈരിക, വേറൊരാളെ വക്കൽ അങ്ങനത്തെ ഒന്നുണ്ടാകുമ്പോൾ വലിയൊരു പ്രശ്നമായി, അത് വലിയൊരു കേസായിട്ട് നീ എടുക്കുന്നുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഫമസ്തഖ്ബഹതഹു മിൻ ഗൈരിക, നീ ഗൈറിൽ നിന്ന് മറ്റൊരാളെ വക്കൽ നിന്ന് മോശമായി കണക്കാക്കിയ സാധനമുണ്ടല്ലോ, അപ്പം നിനക്കുന്നുണ്ടാവും ഒരു ഗൈറാട്ടുണ്ടാവും. അപ്പം നിന്നിൽ നിന്നുണ്ടാകുന്നത് അയാൾ മോശമായി കണക്കാക്കുന്നുണ്ട്. അതാ ഫയസ്തഖ്ബിഹു ഗൈറുക മിൻക ലാ മഹാലത്ത. മനസ്സിലാകുന്നില്ലേ? അത് ഫലാ തർദ നഫ്സിക ബിദാലിക്, ഇതുകൊണ്ട് നിന്റെ നഫ്സിനെ പൊരുത്തപ്പെടേണ്ട. അസ്സാനി, 8 കാര്യത്തിൽ രണ്ടാമത്തത് അൽ ഖുൽഫു ഫിൽ വഅദി, വാഗ്ദാനം ചെയ്തതിൽ മാറ്റം വരുത്തുക, അത് പാലിക്കാതിരിക്കൽ. ഫയ്യാക അൻ തഇദ ബിശൈഇൻ ഇല്ലാ വതഫിയ ബിഹി, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നീ വാഗ്ദത്തം ചെയ്യണ്ട, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ലാതെ. പൂർത്തിയാക്കപ്പെടാത്ത വാഗ്ദത്തത്തിന് അർത്ഥമില്ല. ബൽ യംബഗി അൻ യകൂന ഹിസാനുക ലിന്നാസ് ഫിഅലൻ ബിലാ ഖൗലിൻ, എന്നാൽ പിന്നെ നീ എന്താക്ക്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലല്ലേ, അത് ഫെയില് കൊണ്ടായിക്കോട്ടെ, കൗല് കൊണ്ട് വേണ്ട. കൗല് കൊണ്ടാണ് വാഗ്ദാനം ചെയ്യല്. അപ്പോൾ 1000 റുപ്യ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേ, 1000 റുപ്യ തരേന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉരുട്ടി കളിക്കണ്ട. ഫൈദൽ തുറിത്ത ഇലൽ വഅദി, അങ്ങനെ വാഗ്ദാനം ചെയ്യലിലേക്ക് നീ അത്യാവശ്യമായി പോയി എന്ന് വെക്കാം. എന്നാൽ ഫഇയ്യാക അൻ തുഖ്ലിഫ, അതിന് മുഖാലഫത്ത് വരുത്താൻ വളരെ സൂക്ഷിക്കണം. ഒന്നുകിൽ ഇല്ലാലി അജസിൻ, ഒന്നുകിൽ അശക്തമായി പോയി, ഔ ലറൂറത്തിന്, അല്ലെങ്കിൽ ലറൂറത്തിൽപ്പെട്ടു പോയാലല്ലാണ്ട്. എന്തുകൊണ്ട് ഈ വാഗ്ദാനം ചെയ്തിട്ട് പാലിക്കാതെ വഞ്ചിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? ഫഇന്ന ദാലിക മിൻ അമാറാത്തിൻ നിഫാഖ്, നിഫാഖിൻ്റെ അലാമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. വഖബായിസിൽ അഖ്ലാഖ്, മോശമായ ഖുലുഖിൽപ്പെട്ടതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസും മൻ കുന്ന ഫീഹി, 3 കാര്യമുണ്ട് ഒരാളിൽ അതുണ്ടെങ്കിൽ ഫഹുവ മുനാഫിഖുൻ, അയാൾ മുനാഫിക്കാണ്. വഇൻ സാമ, അവൻ നോമ്പ് നോറ്റവനായാലും ശരി, വസല്ല, നമസ്കരിച്ചവനായാലും ശരി. അതാണ് 3. മൻ ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താലോ അതിന് മുഖാലഫത്താക്കും. വൈദ ഇത്തുമിന ഖാന, അവൻ എന്തെങ്കിലും വിഷയത്തിൽ വിശ്വസിച്ചാൽ അവിശ്വാസത്തിൽ വഞ്ചിക്കും. വിശ്വസിച്ച പോലെ ഉണ്ടാവില്ല. നമ്മൾ പറയും തോപ്പിക്കൽ, വിശ്വാസവഞ്ചന. അസ്സാലിസു, 3ാമത്തേത് അൽ ഗീബത്താണ്. ഇഹ്ഫദ് ലിസാനക മിനൽ ഗീബ, ഗീബത്തിനെ തൊട്ട് നിൻ്റെ നാവിനെ നീ കാക്കണം. ഫൽ ഗീബത്തു അശദ്ദു മിൻ സലാസിന സനീത്തം ഫിൽ ഇസ്ലാം, ഗീബത്ത് എന്നുള്ളത് 30 സിനയേക്കാളും കടുപ്പമാണെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ കദാലിക്കൽ ഖബർ, അപ്രകാരം ഒരു ഹദീസ് വന്നിട്ടുണ്ടെന്നാണ്. വമൈനൽ ഗീബ, ഗീബത്തിൻ്റെ മൈനെന്താണ്? അൻ തദ്കുറ ഇൻസാനൻ ബിമാ യക്റഹുഹു ലൗ സമിഅഹു, ഒരു മനുഷ്യന് കേട്ട് സങ്കല്പിക്കുക, അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ പറയലാന്ന്. അപ്പോൾ ഫഅൻത മുഗ്താബുൻ ളാലിമുൻ വഇൻ കുൻത സ്വാദിഖൻ, അപ്പം നീ എന്തായി? ളാലിമായ മുഗ്താബായി, ഗീബത്ത് പറഞ്ഞ വരെയായി. നീ പറഞ്ഞത് ഒരു പക്ഷേ നേരായിരിക്കാം, ഉള്ളത് തന്നെ ആയിരിക്കും, എന്നാലും നീ മുഗ്താബും ളാലിമുമായി മാറിയിരിക്കുന്നു. ഇനി വഇയ്യാക വഗീബത്തൽ ഖുറാഇൽ മുറാഈൻ, അതുപോലെ ഖുറാ കൊണ്ട് ഉദ്ദേശിക്കുന്നവർ പണ്ഡിതന്മാരാണ്. ജിയാഗ് കാട്ടുന്ന ഈ ഖുറായിങ്ങളെ അവരെ ഗീബത്ത് പറയണ്ട. വഹുവ, അങ്ങനെ ബിയാൻ തുഫഹിമൽ മഖ്സൂദ മിൻക മിൻ ഗൈരി തസ്രീഹിൻ, നീ ഒരു കാര്യം പറയാൻ വേണ്ടി മഖ്സൂദ് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ലഫ്ള് അല്ല പ്രയോഗിക്കുന്ന വേറൊരു ലഫ്ളാണ്. മനസ്സിലായില്ല? ഇതാണ് ഇത് ഖുറാഇൽ മുറാഈൻ്റെ ഗീബത്ത് ശൈലിയാണ് പറഞ്ഞത്. അതെ, 2 അർത്ഥം വരും. അപ്പം നീ ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്ന് വേറെയാണ്, മറ്റുള്ളവർക്ക് കേൾപ്പിച്ച ഒന്ന് വേറെയാണ്. അപ്പോൾ ഇത് ഗീബത്ത് നിന്ന് ഈ ഖുറായിങ്ങൾ ഫായിലാണ്, എന്തിൻ്റെ?
ഗീബത്ത് എന്നതിൻ്റെ ഫായിലാണ് ഖുറായിൽ മുറായിൻ. അപ്പോൾ ഗീബത്ത് പറഞ്ഞാ ഇല്ല, പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്താ ഫതഖൂല, എന്നിട്ട് പറയാൻ എന്താ? അസ്ലഹുല്ലാ, പഠിച്ചവൻ ഓനെ നന്നാക്കട്ട് എന്ന്. അപ്പം ഈ നന്നാക്കട്ട് എന്ന് പറഞ്ഞാൽ ദുആയാണ് എന്ന് പറഞ്ഞ് കഴിച്ചിലാകാം അല്ലേ? അല്ലെങ്കിൽ ഓനിപ്പോൾ മോശക്കാരനാണ് അതുകൊണ്ട് അല്ലാഹ് നന്നാക്കട്ടെ എന്ന് ആകാം. അപ്പോൾ മോശക്കാരനാണെന്ന് അതിൻ്റെ പരോക്ഷമായി പറഞ്ഞില്ലേ? എന്താ വാത്തിഫുൽ വജ്ഹി ഹുവൽ ഹിമാറു എന്ന് പറഞ്ഞ മാതിരി പണ്ട് കേരളത്തിലൊരു അടിയുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഹിമാർ എന്ന് പറഞ്ഞാൽ തല മാത്രം മറിച്ചാൽ മതിയോ, മുഖം കൂടി മറിയണമോ എന്ന്. എന്തിനല്ല കേരളത്തിൽ അടി കഴിഞ്ഞ് ഇപ്പം എൻ്റെ അടി ഇങ്ങനെ തുടർന്ന് ക്രമം വരെ ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം ഒന്ന് ഇങ്ങനെ വ്യക്തം. അതെന്തോ ഒരു പൊരുത്തമോ പൊരുത്തക്കേടോ കിട്ടിയതാണ്. എൻ്റെ അവസാനം എന്താക്കിയെന്നറിയോ? ഒരാൾ പാട്ടുണ്ടാക്കിയത് ഏനാ വസാതിറുർ റഅസി ഹുവൽ ഹിമാറു വആതിഫുൽ വജ്ഹി ഹുവൽ ഹിമാറൂൻ. അതിൻ്റെ നേരെ ലഫ്റ്റിൻ്റെ അർത്ഥം എന്താണ്? സാതിറുർ റഅസി, തല മറക്കുന്നതാണ് ഹുവൽ ഹിമാറു, തലയെ മറക്കുണ്ടോ. വആതിഫുൽ വജ്ഹി, തലൻ്റെ കൂടെ മുഖത്തിനെയും കൂടെ കൂട്ടിച്ചേർത്താൽ ഹുവൽ ഹിമാർ, അവൻ ഹിമാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷത്തിൽ എന്താക്കി? എല്ലാ ഹിമാറാന്ന് പറഞ്ഞില്ലേ? രണ്ട് കക്ഷിയല്ലേ? തല മാത്രം മറിച്ചാൽ മതി ഹിമാറിന്, തലൻ്റെ കൂടെ മുഖവും കൂടെ കൂട്ടിച്ചേർത്ത് അത്തഫ് ചെയ്താൽ അവൻ ഹിമാറായി. അപ്പോൾ പ്രതിപക്ഷം എന്തായി? ഹിമാറായി. ഇത് കേസും കുരുമാലായ പാടപ്പിച്ചു ആതിഫുൽ വജ്ഹി എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കുമ്പോൾ മുഖം ചുളിക്കുന്ന ആളെന്ന് അർത്ഥം. ഇതിൻ്റെ അത്തിഫീന്നല്ല. അതുകൊണ്ട് മറ്റു കൂട്ടറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആതിഫ് എന്ന് പറഞ്ഞത് എന്താണ്? തലൻ്റെ കൂടെ മുഖം കൂടെ കൂട്ടി പറഞ്ഞതാണ് വേറെ ഉദ്ദേശം. ഇടുണ്ടാക്കി കഴിച്ചില്ലേ? അതാണ് ഏത്? ഖുറായിങ്ങളായ മുറായിങ്ങൾ പറയുന്ന ഗീബത്തിൻ്റെ ശരി സൂക്ഷിക്കണമെന്ന്. ശരിയാ? അതെങ്ങനെ? ബിഅൻ തുഫ്ഹിമൽ മഖ്സൂദ മിൻക, നിൻ്റെ പക്കൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മറ്റവനെ കുറ്റപ്പെടുത്തലാണ്. മീൻ കയ്യിൽ തസ്രീഹിൻ, അത് എടുത്തു പറയൂല. എന്നിട്ടോ ഫതഖൂൽ അസ്ലഹഹുല്ലാഹ് എന്ന് പറയും. അല്ലെങ്കിലോ വഖദ് സാഅനി മാ ജറ അലൈഹി വഗമ്മനി, അയാളെ പക്കന്ന് സംഭവിച്ച കാര്യം എന്നാ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകുന്നു. അപ്പം എന്താണെന്നോട് ദുഃഖിപ്പിച്ച കാര്യമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. പറച്ചല് ഇയാളെ ഖേദം മറ്റവരോട് അനുകമ്പ പ്രകടിപ്പിക്കലാണ്ട വാക്കാന്ന്. ഇത് ശരിയുന്നുണ്ടാകും. 3 ഫസ്അലുല്ലാഹി യുസ്ലിഹനാ വയ്യാഹു, നമ്മളെ ഈ ഓനെ അല്ലാഹ് നന്നാക്കട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഓൻ മോശക്കാരനെ അറിയിക്കലാണ് വാക്കുകൊണ്ട് ഉദ്ദേശം. അതിനെന്താക്കി? നമ്മളെയും കൂടെ നന്നാക്കട്ടെ എന്ന് കൂട്ടിച്ചേർത്തണം. ഇതാ ഫഇന്നഹാദ ജംഉ ബൈന ഖബീസൈനി, 2 ഖബീസിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഇവിടെ. ഒന്നെന്താ? ഒന്ന് അയാളെ കുറ്റപ്പെടുത്തൽ പരോക്ഷമായി ഒന്നും. മറ്റൊന്നോ വ്യാജമായ രീതിയിൽ അദ്ദേഹത്തിനോട് അനുകമ്പ പ്രകടിപ്പിക്കലുണ്ട്. വ്യാജമായ രീതി അല്ലെങ്കിൽ അനുകമ്പയാണെങ്കിൽ എനിക്ക് രഹസ്യമായി രാത്രി ഇരട്ടത്തിന് വരുന്നു. ഇവിടെ പഠിച്ചവൻ ഇന്നാളെ നന്നാക്കണേന്ന് ആളോടെ എന്തിനാ വരുന്നത്? അതാ അഹദുഹുമ അൽ ഗീബ, ഒന്ന് ഗീബത്താ. എപ്പോഴേ ഇത് ഹസലബിഹി തഫഹുമു, കാര്യം തിരിയിൽ അതുകൊണ്ട് കിട്ടി. കുറ്റപ്പെടുത്തൽ എന്നുള്ള കാര്യമാണ് നടന്നിട്ടുണ്ടല്ലോ. വല്ലാഹറോ തസ്കിയത്തുൻ നഫ്സി, ഇവൻ്റെ സ്വന്തം നഫ്സിനെ തസ്കിയത്താക്കലും വസ്തനാഉ അലൈഹി അലൈഹ, നഫ്സിൻ്റെ മേൽ സ്തുതിക്കലും ബി തഹറുജി വസ്സലാഹി, അയാൾ പെട്ട കുറ്റങ്ങളിൽ നമ്മൾ പെട്ടിട്ടില്ല എന്ന് വരുത്തിലുണ്ട്. ഒന്നാമത്തേൽ വലാക്കിൻ, ഇനി ഒരാൾ പറയും ഇൻകാല മഖ്സൂദക മിൻകൗലിക അസ്ലഹഹുല്ലാഹു എന്ന് ഞാൻ ദുആയാണ് ഉദ്ദേശിക്കുന്നില്ലേ? അത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അസ്ലഹുല്ലാഹു വരേണ്ട ആവശ്യമുണ്ടെന്ന്. ഫദുഉ ഫി സിദ്ദി, രഹസ്യത്തിൽ പോയിട്ട് ഒളിപ്പിച്ചിരുന്നതായിരുന്നോ? അല്ലാഹ് കേൾക്കൂല. അല്ലാഹുവോടാ പറയുന്നെങ്കിൽ. ഇനി രണ്ടാമത്തെ പറഞ്ഞില്ലേ, അയാൾ ചെയ്ത പണി എന്നെ വല്ലാതെ ദുഃഖത്തിലാക്കിയെന്ന്. അക്കാരണത്താണ് എനിക്ക് ദുഃഖം ബാധിച്ചെങ്കിൽ ഫഅലാമത്തുഹു, ദുഃഖത്തിൻ്റെ അലാമത്ത് എന്താണെന്ന് അറിയാം. അന്നക ലാ തുരീദു ഫളീഹത്തഹു ഇൽഹാറ ഐബി, അവനെ വഷളാക്കലും അദ്ദേഹത്തിൻ്റെ ഐബ് വെളിപ്പെടുത്തലും അല്ലല്ലോ ആ ദുഃഖപ്രകടനം. മനസ്സിലായില്ല? അപ്പോൾ ഫഫി ഇൽഹാരിക്കൽ ഗമ്മ ബി ഐബിഹി ഇൽഹാറുള്ളി ഐബിഹി, അവൻ്റെ ഐബ് കൊണ്ട് ദുഃഖപ്രകടനം എന്നുള്ളതിൽ എന്തുണ്ട്? ഐബാദ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
അതറിയുമ്പോൾ ആള് എല്ലേനെ ചീഞ്ഞ് കീറി അങ്ങോട്ട് പരിശോധിക്കൂ. അതെ അതെ. വയക്കഫീക സാജിരൻ അനിൽ ഗീബത്തി, ഗീബത്തിനെ തൊട്ട് നിന്നെ തടുക്കുന്നതിന് മതി ഖൗലുഹു അസ്സ വജല്ല, അള്ളാൻ്റെ ഒരൊറ്റ കൗലി വലാ യഗ്തം ബഅദുകും ബഅദ എന്ന് പറഞ്ഞു. ആരും പരസ്പരം ഗീബത്ത് പറയരുത് എന്ന്. എന്നിട്ട് ചോദിക്കുന്നു, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിൻ്റെ സഹോദരൻ്റെ മരിച്ചാലി അവൻ്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? മരിച്ച സാധനം കൊണ്ടായിട്ട് നീ അവൻ്റെ മാംസം തിന്നുമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ കരിഹിമത്തോ, അവിടെ വെറുപ്പുണ്ടല്ലോ. എന്നാൽ അതിനോടാണ് ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ചത് ഫഖദ് ശബ്ബഹക അല്ലാഹു ബി ആകിലിൽ മൈത്ത, മൈത്തത്ത് ഭക്ഷിക്കുന്നവനോടാണ് അല്ലാഹു തആല ഇവിടെ തശ്ബീഹാക്കിയത്. ഫമാ അജ്ദറക അൻ തഹ്തരിസ മിൻഹാ, അപ്പോൾ അതിനെ തൊട്ട് കാത്തു സൂക്ഷിക്കൽ എത്രമാത്രം അവകാശപ്പെട്ടതാണ്. കണ്ടാ, വയംനഉക മിൻ ഗീബത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഗീബത്തിനെ തൊട്ട് നിന്നെ തടയും. ഏത് അമ്രുൻ, ഒരു കാര്യം തടയാനുണ്ട്. എങ്ങനെ? അല്ലാഹു തഫക്കർത ഫീഹി, നീ അതിൽ ചിന്തിച്ചാൽ മതി. വഹുവ അൻ തൻദുറ ഇലാ നഫ്സിക്, നിൻ്റെ നഫ്സിലേക്ക് നീ നോക്കുക. ഹൽ ഫീക ഐബുൻ ലാഹിറുൻ ഔ ബാത്തിനുൻ, ലാഹിറോ ബാത്തിനോ ആയ ഒരു ഐബ് നിന്നിലുണ്ടോ എന്ന് നീ നോക്കുക. വഹൽ അൻത മുഖാരിഫുൻ മാസിയത്തൻ സിർറൻ ഔ ജഹറൻ, അല്ലെങ്കിൽ ഒരു രഹസ്യത്തിലോ പരസ്യത്തിലോ ഒരു മാസിയത്ത് നീ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നീ നിന്നെപ്പറ്റി നോക്കുക. എന്തായിരിക്കും ഉത്തരം? ഒന്നുകിൽ യേസ് എന്നാണോ? എന്നാൽ പിന്നെ ഇതിവിടെ വെച്ചിട്ട് നീ ഇന്ന് അപ്പുറം പറ്റി മറ്റാളെ നോക്കുന്നില്ല. ഫൈൻ അറഫ്ത ദാലിക മിൻ നഫ്സിക്, നിൻ്റെ നഫ്സിൽ നിന്ന് നീ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഅലം അന്ന അജ്സഹു അനി തനസ്സുഹി അമ്മാ നസബത്തഹു ഇലൈഹി, എന്തുകൊണ്ടാണ് നീ വേറൊരാൾ കാണുന്നത് ഓനിക്കെന്തോ അജിസ്, ഒരു അശക്തിയുണ്ട്, അപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനത്തെ ഒരു അജിസ് നിനക്ക് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അത് നിനക്കും ഉണ്ടായത്. അപ്പോൾ അജിസ് രണ്ടാക്കുണ്ട്. അപ്പോൾ ആജിസിനെ കുറ്റപ്പെടുത്തുന്നതിന് ഉദുറഹു, ഇനി വല്ല ഉദുറും പറയാനുണ്ടോ? എന്നൊക്കെ ഉദരിക്കുക, നിനക്ക് പറയാനുള്ള ഉദർ അദ്ദേഹത്തിനുണ്ടാവാമല്ലോ. ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. വകമാ തക്റഹു അൻ തുഫ്ളഹ വതുസ്കറ ഉയൂബുക്, നിൻ്റെ ഐബുകളെ പരസ്യപ്പെടുത്തലും അങ്ങനെ നീ ഫളീഹത്താവലും നിനക്ക് ഇഷ്ടമില്ലേ? ഫഹുവ അയ്ളൻ യക്റഹു, എന്നാൽ മറ്റോ എനിക്ക് അത് ഇഷ്ടക്കുറവുണ്ടാവും. ഫൈൻ സത്തർത്തഹു, അത് നീ മറച്ചു വെക്കുകയാണെങ്കിൽ സത്തറല്ലാഹു തആല അലൈക, അല്ലാഹു തആല നിനക്ക് മറച്ചു തരും. അത് ഹദീസല്ലേ. ഫൈൻ ഫളഹതഹു, നീ അവനെ ഫളീഹത്താക്കി, സല്ലത്തല്ലാഹു അലൈക അൽസനത്തൻ ഹിദാദ, നല്ല മൂർച്ചയേറിയ നാവുകാർ വേറെ ഉണ്ട്. അവർ അല്ലാഹു തആല എന്താക്കും, അധികാരം കൊടുത്തിട്ടുണ്ട് നിന്നെ പറയാൻ. ഇന്നത്തെ ഖുതുബ അയാൾ പറഞ്ഞല്ലേ, ഇന്നത്തെ ഖുതുബയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാം ഖുതുബയിലുണ്ട്. അതെ. അതായത് നീ വേറൊരാളെ നിൻ്റെ നാമം ഉപയോഗിച്ച് ഫളീഹത്താക്കിയാൽ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മൂർച്ചയുള്ള നാവുകാർ വേറെ അല്ലാഹു പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെയ്യുന്നുണ്ടാ? യുമസ്ദിഖൂന ഇർളക ഫി ദുനിയ, ദുന്യാവിൽ വെച്ച് തന്നെ നിൻ്റെ അഭിമാനം അവർ പറിച്ചു കീറിയിട്ടുണ്ടാകും. അത് ദുന്യാവിൽ. സുമ്മ യഫ്ളഹുക്കല്ലാഹു തആല ഫിൽ ആഖിറതി അലാ റൂസിൽ മലക്, വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായിക്കെത്തി ആഖിറത്തിലും നീ എന്താവും? ഫളീഹത്താവേണ്ടി. ഇനി നമ്മളെ നഫ്സിലുണ്ടോ ഇല്ല എന്നല്ല ചോദിച്ചത്. ഉണ്ട് എന്നാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞു. ഇല്ല എന്നാണെങ്കിൽ നീ നല്ല പരിശുദ്ധനായിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇനി എന്തിനാ ഗീബത്ത് കൊണ്ട് നീ വടക്കാക്കുന്നതിന്? പിന്നെ ഒരു വടക്കായല്ലോ. വൈൻ നല്ലറത്ത ഇല ലാഹിരിക്ക വ ബാത്തിനിക്ക, നിൻ്റെ ലാഹിറിലേക്കും ബാത്തിനിലേക്കും നീ നോക്കിയപ്പോൾ ഫലം തത്തലി ഫീഹിമ അല ഐബിൻ വനക്കസിൻ ഫീ ദീനി ഔ ദുന്യ, ദീനിലോ ദുന്യാവിലോ ഒരൈബോ ഒരു പോരായ്മയോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വെക്കാം. അപ്പം നീ അത്ര ആരായി മഹസൂമോ മഹ്ഫൂമോ ആയ ആളായി എന്ന് ഇപ്പം വന്നത് അല്ലേ? പിന്നെ ഇത്ര ശുദ്ധമായ സാധനം എന്തിനാണ് വേണ്ടാത്ത പറഞ്ഞിട്ട് കുൽമലാക്കുന്നത്? ഫാലം ഒന്നിക്ക് അന്ന ജഹിലക്ക ബി അയൂബി നഫ്സിക്ക, ഇനി ഒന്നുമില്ലേ, അങ്ങനെ മഹസൂമോ മഹ്ഫൂമോ ആയ ആളെ ഉണ്ടാവുള്ളൂ. മഹസൂം ആരാണ്? നബിയാ മുർസലിൻ. മഹ്ഫൂദ് ആര്? ഔലിയാക്കളും പോലത്തെ ആളുകൾ. എന്നില്ല മഹ്ഫൂദിനെ പറ്റി മഹസൂം എന്ന് പറയൂലെന്ന്. കാരണം അമ്പിയാക്കൾക്ക് പ്രത്യേകമായി പറയാനുള്ള ഒരു എന്താണ് ഒരു സ്ഥാനപ്പേരാണ് ഇത് മഹസൂം. അത് മറ്റുള്ളവർക്ക് പ്രയോഗിക്കാൻ പാടില്ലെന്നാണ്. അതിനൊരു അതബ് വേണ്ടേ? മറ്റുള്ളവർക്ക് മഹ്ഫൂദ് എന്ന് പറഞ്ഞു, പക്ഷെ മായനയിൽ രണ്ടും ഒന്നാണ്. അത് നമ്മളെ ഞാൻ നോക്കിയ കിതാബിലുണ്ട്.
എന്നിട്ടോ ഹിഫ്ള് വർദ്ധിച്ച് മാസൂമാണെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നാലും നീ പറയേണ്ടത് ആ അല്ല, ചിലർ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തും വെളുത്തും തിരിയാൻ തുടങ്ങിയ കാലത്ത് ഞാൻ കറാഹത്ത് പോലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുണ്ട്. പക്ഷേ അവർ മാസൂമാണെന്ന് പറയണ്ട, അത് അമ്പിയാക്കളെ പ്രത്യേക ഗ്രേഡായതുകൊണ്ട് അവർ അവരെ തന്നെ വെക്കുക. ചുരുക്കത്തിൽ പറയാ, നീ അങ്ങനത്തെ ഒരാൾ സാധാരണക്കാരുണ്ടാവില്ലല്ലോ. അപ്പം നീ കാണാത്ത അയബുണ്ടാകാം. അപ്പം നിൻ്റെ അയബ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള പോരായ്മ എനിക്കുണ്ട്. അത് അക്ബഹ അൻവായിൽ ഹമാക്കത്തിൻ്റെ ഏറ്റവും ബടക്കായ ഒരു ഇനമാണത്. ഒന്നും അയബില്ലാന്ന് തോന്നില്ല. നമ്മ ഇന്നാളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ കേട്ടതിൽ പറഞ്ഞത്, വല അയ്ബ അലമമിൻ ഹുമുക്ക്. ഇനി ഹംക എന്നതിനാക്കാണ് വലിയ അയ്ബ് വേറെന്താ കൊണ്ടത്? നിൻ്റെ സ്വന്തം അയ്ബിനെ കണ്ടെത്താനുള്ള കഴിവ് നിനക്കില്ലാഞ്ഞാൽ നീ വലിയ ഹംക്കായി. നീനാക്കാണ് ഹമാക്കത്ത് എന്താ വേണ്ടെന്ന ചോദ്യം. അതാലിമ ഭയങ്കരം തന്നെ. വിദായത്തുൽ ഇദാൻ്റെ വലിയ കാര്യമായ ഭാഗം നിനക്ക് നീടുകയാണ്. ബാക്കിയുള്ളത് എങ്ങനെ ചെയ്ത് പ്രവർത്തിക്കാൻ നമുക്ക് ശീലിച്ചിട്ടുണ്ടല്ലോ. ഇനി വലൗ അറാദല്ലാഹു തആല ബിക ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലബസ്സറക ബിഉയൂബി നഫ്സിക, നിൻ്റെ നഫ്സിന് എന്തെല്ലാം ഐബുകളുണ്ട് എന്ന് നിനക്ക് തന്നെ കാണിച്ചു തരും. ആ കാണാത്തതുകൊണ്ടാണ് അള്ളാഹ് എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഫറുഇയതുക നഫ്സക ബിഐനിർ റിളാ, നിൻ്റെ നഫ്സിനെ നല്ല തൃപ്തിയുടെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. നഫ്സിനോട് വളരെ തൃപ്തി. അത് ഹെക്കമിലുണ്ടല്ലോ. ഏത് എല്ലാ വലായിൻ്റെയും എല്ലാ ഷെറിൻ്റെയും എല്ലാ മാസയത്തിൻ്റെയും ഹെഡ് ഓഫീസ് അവിടെ കിടക്കുന്നത് അർറിളാലിൻ നഫ്സീൻ. അത് ഗായത്തു ഗബാവത്തിക വ മുൻതഹ ജഹരിക്ക്, നിൻ്റെ അവിവേകം, ഗബാവത്ത് വെച്ചാൽ ബുദ്ധിയില്ലായ്മ, അതിൻ്റെ അറ്റമാണ്. അതുപോലെ നിൻ്റെ വിവരക്കേടിൻ്റെ അറ്റവുമാണ് നിൻ്റെ നഫ്സിന് തൊട്ട് നീക്ക് നല്ല റിള ഉണ്ടാകുക. എൻ്റെ നഫ്സ് നല്ല നഫ്സാണ്, തങ്കുഞ്ഞ് പൊങ്കുഞ്ഞ് എന്ന് പറയലുണ്ട്. ഇനി പോട്ട് ഐബ് ഒന്നും ഇല്ലാന്ന് തന്നെ വെക്ക. അങ്ങനെ ആയി അള്ളാഹ്. എന്നാൽ പിന്നെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തിട്ട് അതിനെക്കൊണ്ട് അത് വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത്, മറ്റുള്ള ആളെ കുറ്റപ്പെടുത്തിയാൽ വേണ്ടത്. എനിക്ക് ഐബില്ലേ എന്ന് കൂക്കി വിളിക്കല. അതാ സുമ്മൈൻകുന്ത സാദിഖം ഫീൽ തന്നിക്ക്, നിൻ്റെ തോന്നൽ സാദിഖാണെന്ന് വെക്കാം. ഫഷ്കുരില്ലാഹ തആല, അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. അലൈഹി, ഇത്ര വലിയൊരു നിയമത്തിന് വേണ്ടി. എന്നല്ലാണ്ട് വല തുഫ്സിദുഹു ബിസൽബിൻ നാസി, ജനങ്ങളെ അഭിമാനം പറിച്ചു കയറിയിട്ട് നിനക്ക് ആ നിയമത്തിനെ ഫസാദാക്കുകയല്ല വേണ്ടത്. വത്തമൽമുൽ ബിഅറാദിഹിം, അവരെ അഭിമാനം അതുകൊണ്ട് വായിൽ വെള്ളം കൊപ്പളിക്കാൻ തമൽമലാറിയ അങ്ങനെ. ഫഇന്ന ദാലിക മിൻ അലമിൽ ഉയൂബ്, അത് ഐബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഐബാകുന്നു എന്ന്. അറിയാത്ത ആളെയും പറയും, അയ്യ അവിടുത്തെ ഫുലാനില്ലേ, ഓനങ്ങനെ പോനിങ്ങനെയാന്ന് പതിങ്ങനെ കുറേ പറഞ്ഞ് തീർന്ന്. പയ്യെ ചോദിച്ചാൽ ആ ഫുലാൻ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ആ ഫുലാൻ എവിടെയെന്നും അറിയില്ല, അയാൾ ആരാന്നും അറിയില്ല, അങ്ങനെ ജനിച്ചിട്ടുണ്ടോയെന്നും അറിയില്ല. പിന്നെ ഇത്ര നേരം ഈ മുബത്തദ അറിയാണ്ട് ഖബർ പറഞ്ഞെന്തിനാ? ജുംലയിലാന്ന് പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് വിവേസേ, ഒരു ജുംല പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? മുബ്തദയോ ഖബറോ? ഖബറാന്ന്. ആ ഖബർ പറയാനാ മുബ്തദിനാടാ നാട്ടുന്നു ഇല്ല. ഈ മുബത്തദ അറിഞ്ഞിട്ടേ ഇല്ല. എല്ലാം പയ്യ ചോദിക്കുക, ആ ഫുലാൻ നിങ്ങൾക്ക് അറിയാവോന്ന്? ഇല്ല. അപ്പം ഞാൻ കണ്ടിട്ടാ? ഇല്ല. പരിചയം ഉണ്ടായില്ല, ഒന്നുമില്ല. പിന്നെ ഇത്ര നേരം വിധി കൽപ്പിച്ചെന്തല്ലാന്നു? അത് പണ്ടേ ശീലിച്ച ശീലം ഇങ്ങനെ പാടുക. അവന് കുറച്ച് ശറഹ വായിക്കണ്ടേ? 3 8 കാര്യത്തിൽ 3 ഇപ്പം. ആ ശറഹ തിളക്കുന്ന മലക്കൂത്ത് അതായി എല്ലാം കുറച്ച് പൊട്ട്. ഇനി പറയുന്നത് നേരത്തെ മലക്കൂത്ത് എന്ന് പറഞ്ഞില്ലേ? അത് കണ്ണിൻ്റെ സമാവാത്തിലെയും അർളിലെയും മലക്കൂത്ത് കാണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല ഖതാദ റഹ്മഹുല്ല പറയുന്ന മലക്കൂത്തു സമാവാത്ത് എന്ന് പറഞ്ഞാൽ ശംസ്, ഖമർ, നുജൂം 3. മലക്കൂത്തുൽ അർള് എന്ന് പറഞ്ഞാൽ ജിബാല്, അഷ്ജാർ, ബിഹാർ, പർവ്വതങ്ങൾ, മരങ്ങൾ, കടല്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കണ്ടിട്ട് ഇങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെന്താ, അതിൻ്റെ രഹസ്യങ്ങളല്ലേ അറിയേണ്ടത്. അതെ, ഒന്നുറോ ഇപ്പം നമ്മൾ ഒന്നും വരുമ്പോൾ കേട്ടില്ലേ, ഒന്നുറോ ഇതാ സമരഹി ഇതാ അസ്മറ, പഴം കായ്ച്ചിട്ട് പഴുത്ത് പാകമായി തിന്നാവുന്ന പാകത്തിനാക്കുമ്പോൾ
ഒന്ന് നോക്കണേന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കണമെന്ന്? അല്ല പുഴുണ്ടോ നോക്കാനാണ് പറഞ്ഞത്? അല്ല ശരിക്കും പൗത്രോ നോക്കാനാണ് പറഞ്ഞത്? ഇന്നലെ വരെ അത് വായിക്കൊടുത്താൽ ചവറപ്പാന്ന് ഇപ്പം തിന്നുന്നില്ല എന്ന് പറയും. ഇപ്പം അതിൻ്റെ മണം മാറി, രുചി മാറി, ഗുണവും മാറി, എല്ലാം മാറി. നോക്കുമ്പോൾ കൊണ്ടാപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ അവിടെ എവിടെയുണ്ടല്ലോ ഒളിപ്പിച്ച് വെച്ചിട്ട്. ഇത്ര വലിയ ചേഞ്ച് ആരുണ്ടാക്കി? അപ്പം കണ്ണുകൊണ്ട് കാണേണ്ടത് ഷംസ് ഖമർ ഇതെല്ലാം ബാഹ്യമായ കണ്ണുകൊണ്ട് കാണണം. ചെയ്യുന്നുണ്ടോ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ അജായിബുൽ ഖുദ്റത്ത് മറ്റേ കണ്ണുകൊണ്ട് കാണണം. അപ്പം മനുഷ്യനിക്ക് രണ്ട് കണ്ണാ വേണ്ടി. ബാഹ്യമായി ഇക്കണ്ണും വേണം, ഇക്കണ്ണും വേണം. നമ്മുടെ വണ്ടി പോലെ വണ്ടിക്ക് എല്ലാ കത്തിയും വേണം, റോഡിൻ്റെ കാര്യത്തിലേക്ക് വളരെ ശ്രദ്ധയും വേണം. എല്ലാം കാണുന്നത് ഇതുകൊണ്ടാണ്, ഇക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, അത് കത്തുന്നുണ്ട്. പക്ഷേ കൽബ് കഫലത്തിലാണെങ്കിലോ വഴിമാറിപ്പോവില്ലേ? ഇത് വൺ വേ ആണോ അത് തിരിയൂല, അങ്ങോട്ട് ഓടിക്കേണ്ടി ഇങ്ങോട്ട് ഓടിക്കേണ്ടി തിരിയൂല. അപ്പം കൽബ് നല്ലോണം പ്രവർത്തിക്കണം. വൽ മലക്കൂത്ത് എന്നുള്ളത് ബി മൻസിലത്തിൽ മുൽക്കി ഇല്ല അന്ന തസീദത്തിൽ മുബാലകത്തി. ഈ ഊത്ത് എന്ന് പറഞ്ഞ ഈ താഴില്ലേ, അത് മുബാലകൻ്റെ താക എന്നാണ് പറയുന്നത്. വമ്പിച്ച മലക്കൂത്ത്, വമ്പിച്ച ലോകം കണ്ടാ. ഏതുപോലെ റഹബൂത്ത് റഹബൂത്ത് എന്ന് പറഞ്ഞു. റഹബൂത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടാക്കുന്ന വലിയ കാര്യങ്ങൾക്ക് എന്താ പറയുക? റഹബൂത്ത്, റഹബ്. അതുപോലെ തന്നെ റഹബ് എന്ന് പറഞ്ഞാൽ പേടിക്കുന്നില്ലേ, അവ റഹബൂത്ത് ഭയങ്കര പേടി ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയും പോലെ. എന്നിട്ട് പറയുന്ന വലൈസൽ മുറാദു അൻ നദറു ഇല ദുനിയാ ബി ഐനിൽ ഇഖ്തിയാർ. ഇഖ്തിബാറായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അതാ രണ്ട് പുള്ളിയുണ്ടാ. അതായത് ഈ വെറും നോക്കലില്ലേന്ന്, കുഞ്ഞ് കിണറിൽ പോകുമ്പോൾ നോക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ ആ നോക്കൻ്റെ അർത്ഥം എന്താന്ന്? വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നല്ലേ. എന്നല്ലാണ്ട് വീണതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കിയെന്ന് മുങ്ങിന, വെള്ളം കുടിച്ചിന, എത്ര ആയത്തിലുണ്ട്. എടാ എന്നോടല്ലേ കുഞ്ഞിനെ നോക്കണമെന്ന്? ഞാൻ നോക്കുന്നില്ലേ, ഇതിലേ നോക്കുന്നത്. അപ്പോൾ ആ വാഹിർ കാണൽ എന്നുള്ള കണ്ണോടെ നോക്കണം എന്നല്ല ഈ പറഞ്ഞത്. വന്നമ അറാദൻ നദറ ഇലിഹ ബി ഐനിൽ ഇഅ്തിബാർ. ഇഅ്തിബാറിൻ്റെ കണ്ണുകൊണ്ട് നോക്കണം എന്നായി പറഞ്ഞിരിക്കുന്നത്. ഇത് അഫലാ യൻദുറൂന ഇലൽ ഇബിലി, ഒട്ടകത്തിനെ കൊണ്ട് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അതെ, മുജാനസത്തിന് ഇപ്പോൾ ഒറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമേ. ഒന്ന് അയിനാണ്, ഒന്ന് ഹാവ് ആണ്. അവിടെയും മുജാനസത്തുണ്ടെന്ന് പറയാം. എന്താണ് അയിനും ഹാവും ഹൽക്കിൻ്റെ അക്ഷരത്തിൻ്റെ മുനാസബത്തുണ്ടല്ലോ. ഞാൻ പറയട്ടെ, അഫലാ യൻദുറൂന ഇലൽ ഇബലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിനെ നോക്കില്ല അതിൻ്റെ പടപ്പത്തിൽ എങ്ങനെയാണ് എന്ന്. മരുഭൂമിയിലാണ് ഒട്ടകം. മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഒട്ടകത്തിനെ പാകപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്ഥാനത്ത് പോത്തിനാക്കിയാൽ ചിലപ്പം തോറ്റുപോകും. നമ്മളെ നാട്ടിൽ ഒട്ടകത്തിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാന്നേ ഉള്ളൂ, അതിനും വേണ്ട പോലെ ആവില്ല. അപ്പോൾ കൈഫ ഖുലിഖത്തിന് അതിൻ്റെ കുളമ്പത്തിരിയാന്ന് ഒട്ടകത്തിന്. നമ്മളെ നാട്ടിലുള്ള ഈ ഇരട്ടക്കുളമ്പും ഒറ്റക്കുളമ്പും ഇല്ലേ, കാല് വെച്ച് വെച്ച് നോക്കിയിട്ടില്ല. ആട് നമ്മളെ നാട്ടിലുള്ള പോത്തുകൾക്കെല്ലാം ഇരട്ടക്കുളമ്പാണ്. ഒട്ടകത്തിന് ഒറ്റക്കുളമ്പേ ഉള്ളൂ, രണ്ടില്ല. നെഞ്ചിമ നോക്കിയിട്ടില്ല. ഇരട്ടക്കുളമ്പുണ്ടായ മണലിൽ നടന്ന സ്പീഡ് കിട്ടൂല പോലും. വടിയൊന്നും പോലെ ഒന്നിച്ച് പോകണം. ഇതിങ്ങനെ നടക്കുമ്പോൾ വികസിച്ചിട്ട് അങ്ങനെ ഒരുപാട് അജായിബുകൾ ഒട്ടകത്തിലുണ്ട്. അപ്പോൾ ഈ നെല്ലറ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനത്തെ കഴുത്തിന് ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ഹൽക്കിയത്തിലുള്ള ഒരു പ്രത്യേകത നോക്കണം. ആ നെല്ലറ അപ്പം മനസ്സിലായില്ലേ? കമാ ഹുക്കിയ അന്ന യൂസുഫ് ബിൻ അസ്ബാത്ത് റളിയല്ലാഹു അൻഹു ഒത്തിയ ലഹു ബി ജൗഹറത്തിൻ. ഒരു മുത്ത് മൂപ്പർക്ക് കൊണ്ടു കൊടുത്ത്. ഫഅഖദഹ, അത് വാങ്ങി. വഖബ്ബലഹ, അതിനൊന്ന് ചുംബിച്ച്. വളഅ അലൈഹി, കണ്ണിൻ്റെ മുകളിലൊന്ന് വെച്ച്. സുമ്മ വളഅഹ ബൈന യദൈഹി, കണ്ണിൻ്റെ മുമ്പിലവിടെ വെച്ച്. വഖാല ഇന്ന ദുന്യാ ലം തുഖ്ലഖ് ലിനൻദുറ ഇലൈഹ. ദുന്യാവിനെ അല്ലാഹു തആല പടച്ചിട്ടില്ല നമ്മൾ നോക്കാൻ. ഇത് ഇന്നമാ ഖുലിഖത് അൻ തൻദുറ ബിഹാ ഇലൽ ആഖിറ.
ദുന്യാവ് ഉപയോഗിച്ച് ആഖിറത്തിലേക്ക് നോക്കാനും വേണ്ടിയാണ് ദുന്യാവ് അടച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ നോക്കിയാൽ ആ നോട്ടം കൊണ്ട് കാര്യമൊന്നുമില്ല എന്നേപ്പുറം മറിക്കണോ. ഇനി പറയട്ടെ, നാവിനെ പറ്റിയല്ലേ പറഞ്ഞ്. അല്ല, തഹറാമിനത്തുറുക്കി ഔസാതഹ വഅദ്ദി അനിൽ ജാനിബിൽ മുസ്തബഹ് വസംഅക സുൻഅൻ സമാഇൽ ഖബീഹ് കസൗനിൽ ലിസാനി അനിൻ നുത്ഖി ബിഹി ഫഇന്നക ഇൻദ സമാഇൽ ഖബീഹി ശരീകുൽ ലിഖായിലിഹി ഫന്തബിഹ്. അതാന്ന് പറഞ്ഞത്, പറഞ്ഞവന് മാത്രമല്ല കുറ്റം, അത് ഛർദ്ദിച്ച് അതിന് പ്രോത്സാഹനം ഉണ്ടാക്കിയ ആളുകൾക്കും കുറ്റമുണ്ട് എന്നുള്ളതിന് ഒരു ബൈത്താക്കിയിട്ട് പറഞ്ഞാണ് തഹറ മിനത്തുറുക്കി, നീ വഴിയിൽ നിന്ന് വളരെ ശ്രദ്ധിക്കണം. ഔസാത്ത നടു, ഇതാണ് പള്ളക്ക് ചിലപ്പം കച്ചറ ഉണ്ടാവും, അല്ലെങ്കിൽ ഇരിയുന്ന ജന്തുക്കളൊന്നും നടക്കുന്ന പോയിട്ട് അപ്പുറം വിളിച്ചൊന്നുണ്ടാവും. അതുകൊണ്ട് എന്താകണം, ഔസാത്തിൽ കൂടി നടക്കണം. വഅദ്ദി അനിൽ ജാനിബി, ജാനിബിനെ തൊട്ട് നീ വിട്ടു നിൽക്ക്. അൽ മുസ്തബഹ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട് എന്ന് നമുക്ക് വ്യക്തമാവില്ല. അതാണ് അവ്യക്തമായ ജാനിബിനെ തൊട്ട് നീ മാറി നിൽക്കണം. അത് രാത്രിയിലൊക്കെ നടക്കുന്നവരോട് പറയും, നിങ്ങൾ നടക്കുകയെ കൂടി നടക്കണം. പാമ്പ് നടക്കുന്നുണ്ടാവില്ല, അധികവും കരയിലാണ്ടാകുക. വസംഅക സുൻ, കാതിനെ നീ കാത്തു സൂക്ഷിച്ചോ. അൻ സമാഇൽ കബീഹി, കബീഹി കേക്കലിനെ തൊട്ട്. ഏതുപോലെ സൗനിൽ ലിസാനി അനിൻ നുത്ഖി ബിഹി, ആ കബീഹായ കാര്യം സംസാരിക്കലിനെ തൊട്ട് നാവിനെ കാക്കേണ്ടതുപോലെ തന്നെ. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഫഇന്നക ഇൻദ സമാഇൽ കബീഹി, മോശമായത് കേൾക്കുന്ന അവസരത്തിൽ ശരീകുൽ ലിഖായിലിഹി, പറയുന്നവൻ്റെ ശരീക്കാണ്. അതുകൊണ്ട് ഫന്തബിഹി, നീ ബോധവാനായിരിക്കണം എന്ന് പറഞ്ഞു. വറുവിയാൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുന്ന അന്നഹു ദുഇയ ഇലാ വലീമത്തിൻ, ഒരു വലീമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു, ഒരു സൽക്കാരം. മുപ്പറ് പോയി. ഫദകറു റജുലൻ ലം യഅ്തിഹിം, അവിടെ വരാത്തൊരാളെപ്പറ്റി സംസാരിക്കും. ഫഖാലു, അപ്പോൾ ഓറ് പറഞ്ഞു ഇന്നഹു സഖീരൻ, അയാളങ്ങനെ മടിയനാന്ന് വിളിച്ചേക്കൊന്നും പോകില്ല, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് മൂപ്പർ എന്താക്കി, ഇറങ്ങിപ്പോയി. ഫഖാല ഇബ്രാഹിം, അദ്ദേഹം തങ്ങൾ പറഞ്ഞു അന ഫഅൽതു ഹാദാ ബിനഫ്സി, ഈ പറഞ്ഞ് ഞാൻ തന്നെ ചെയ്തത് എന്ന് വെച്ചാലോ, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുപോയില്ലേ, അപ്പോൾ പറഞ്ഞാക്കുള്ള മാതിരി കേട്ടാക്കുകയില്ലേ, അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ പ്രവർത്തകൻ. ഇയാളെ കുറ്റപ്പെടുത്തുന്ന പ്രവർത്തനം. ഹൈസു ഹലർത്തു മോദി യുത്താബു ഫിഹിന്നാസ്, ജനങ്ങളെപ്പറ്റി ഗീബത്ത് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഹാജരായി പോയല്ലോ. ഖറജ ഫലം ഞങ്ങൾക്ക് സലാസത്ത് അയ്യാമിൻ, മൂപ്പർ ഇറങ്ങിപ്പോയിട്ട് 3 ദിവസം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. ഇനി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹി തആല, ഒരു മനുഷ്യൻ അല്ലാഹു തആലാക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരു കലിമത്ത് സംസാരിക്കും. ലാ യൽഖാ ലഹാ ബാലൻ, അതിനെ അയാൾ വലിയ കാര്യമായിട്ട് കണക്കിലെടുത്തിട്ടില്ല, അതൊരു വാക്കല്ലേ. യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, ആ ഒരു കലിമത്ത് കാരണത്താൽ ഒരുപാട് ദറജകൾ അല്ലാഹു തആല അയാൾ ഉയർത്തിയിട്ടുണ്ടാകും. വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സുഖത്തില്ലാഹി തആല, അല്ലാഹു തആലാക്ക് ദേഷ്യം പിടിക്കുന്ന, അദ്ദേഹത്തിൻ്റെ റിദ്വാനിൻ്റെ ഓപ്പോസിറ്റ് ഒരു കലിമത്ത് സംസാരിച്ചിട്ടുണ്ടാകും. ലാ യൽഖാ ലഹാ ബാലൻ, അതിനും ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ടുണ്ടാവില്ല, സാരില്ല എന്ന് വെച്ച്. പഞ്ഞ യഹ്വി ബിഹാ ഫി ജഹന്നം, ജഹന്നമിലെ ആഴത്തിലേക്ക് അയാൾ താഴോട്ട് പോവുകയാണ്, മറ്റേ ദറജ ഉയർത്തിയപ്പോൾ. വഖാല സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നുള്ളത് ഫിസ്കാണ്, അയാളോട് ഇപ്പോൾ എന്താ അടിപിടി കൂടുക എന്നുള്ളത് കുഫ്റുമാണ്. എന്തായി 6 അതില്ലേ, ഇന്നൽ അബ്ദ യഖൂലുൽ കലിമ, ഒരടിമ ഒരു കലിമത്ത് സംസാരിക്കുന്നു. ലാ യഖൂലുഹ ഇല്ലാ ലിയുദ്ഹിക ബിഹന്നാസ്, അതുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കൽ വേണ്ടിയേ പറയുന്നുള്ളൂ. പക്ഷേ യഹ്വി ബിഹ അബ്അദ മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിൻ്റെ ഇടയിലുള്ള അകലമുണ്ടല്ലോ, അതിനേക്കാണ് അകലമുള്ളതിലേക്ക് ആഴത്തിലേക്ക് നരകത്തിലേക്ക് വീഴുന്നുണ്ട്.
വഇന്നഹു ലയസില്ലു അൻ ലിസാനിഹി അശദ്ദ മിമ്മ യസില്ലു അലാ ഖദമിഹി. കാലുകൊണ്ട് വെഴുതി വീഴുന്നതിനേക്കാണ് കടുപ്പമാണ് ഇത് നാവ് തെറ്റിയിട്ട് വെഴുതി വീണാൽ. ഇതിനൊക്കെ എവിടെയാണ് തൻവീരുള്ളത് അല്ല. കാലുകൊണ്ട് വെഴുതി വീണാലെന്താക്കുക, എണ്ണയും മരുന്നെല്ലാം തേച്ചാലും മാറാൻ കഴിയും. നാവ് കൊണ്ട് വെഴുതി വീണാൽ അത് പരിഹരിക്കാനാവില്ല, അത് ഭയങ്കര കേസുണ്ടാവുന്നുണ്ട്. അല്ല മന്നജില രണ്ടാലൊന്നില്ല. وقال صلى الله عليه وسلم كفى بالمرء كذبا أن يحدث بكل ما سمع. ഒരു മനുഷ്യന് കളവായിട്ട് മതി എന്ത് കേട്ടതെല്ലാം മറ്റൊരാട് പറയില്ല. ഒരു തഹക്കീക്കും ഉണ്ടാവില്ല, ഒരു ഉറപ്പും ഉണ്ടാവില്ല. അപ്പോൾ അതിനെതിരെ അതങ്ങനെ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അത് ഇത് മുഹാലാന്ന് സംഗതി എന്നില്ല. മൻ സമത നജാ, ആരെങ്കിലും നാവടക്കിയോ അയാൾ രക്ഷപ്പെട്ടു. വഖാല ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ട്. ഫഖുൽതു മൻ നജാത്തു, രക്ഷ എവിടെയെന്ന് ഞാൻ ചോദിച്ചു. ഖാല യാ ഉഖബ അംസിക് അലൈക ലിസാനക വൽയസഅക ബൈതുക വബ്കി അലാ ഖതീഅതിക. ഉഖബത്തു ബിൻ ആമിറിനോട്, നിൻ്റെ നാവ് നീ കൺട്രോൾ ചെയ്യുക, എംസാക്ക് ചെയ്യുക. ഒന്ന്. രണ്ട്, യസഉക ബൈതുക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നിനക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാലോ, വീട്ടിൽ സൗകര്യം ഇല്ലാത്ത പോലെ അല്ലേ പണ്ട് വീടിൻ്റെ കൊലായിലും ആടി ഇടിയും പോയി ചെയ്യുന്നിട്ട് ഇങ്ങനെ മടിക്കെട്ടും കെട്ടി എന്നിട്ട് ചൊറിഞ്ഞുകൊണ്ട് വർത്തനം പറയുന്നു. അപ്പോൾ പുരക്ക് സ്ഥലയില്ലെന്ന് ചോദിക്കൂലേ. അപ്പം നിനക്ക് ഇരിക്കാനുള്ള ജാഗം നിൻ്റെ പുരയിൽ തന്നെ കണ്ടോന്ന്, എന്നല്ലാണ്ട് വീട് വിശാലമാക്കണമെന്ന് അർത്ഥത്തിനല്ല. വലിയ പുര കൊടുക്കണമെന്ന് അതിൻ്റെ അർത്ഥം അല്ല, ചില അർത്ഥം വെച്ചതെങ്ങനെയാണ്. അതുകൊണ്ട് എന്താ നജാത്ത്? ആളിന് വരുമ്പോൾ സൗകര്യം വേണ്ടേ ഇപ്പം, അതിനങ്ങനെ ന്യായീകരിക്കുക വെറുതെ. വൽ ജസായിക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ഉൾക്കൊള്ളട്ടെ, ബൈത്തുക നിൻ്റെ വീട്. അപ്പം വീട്ടിൽ തന്നെ കഴിഞ്ഞോടിയിട്ട് ഒരു ജാഗ അടക്കാണ്, നീ അവിടെ ഇരുന്നിട്ട് ഓതിയിട്ടും ചൊല്ലിയിട്ടാട് അങ്ങനെ അതാണെല്ലാം ഓതിച്ചാടെങ്കിൽ ഇരുന്നോ. മൂന്ന്, വബ്കി അലാ ഖതീഅതിക, നിൻ്റെ ദോഷങ്ങളെ മേൽ നീ കരയുകയും ചെയ്തോ എന്ന് പറഞ്ഞു. എന്നാൽ ഈ മൂന്ന് കാര്യത്തിലാണ് നജാത്ത്. ഇപ്പം അതിന് വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ പള്ളി വന്നിട്ട് ഇരിക്കല്, പാഞ്ഞ് കയറിയ പാടുണ്ടാക്കി തസ്ബീഹക്കാന്ന് വാശി. ഈ മിമ്പറമ്മിലുണ്ടായി ഇങ്ങനെ മല തൂക്കിയ മാതിരി കുറേ തസ്ബീഹക്കെല്ലാം തൂക്കിയിട്ട് ആയിരിക്കും ആദ്യം കിട്ടുന്നുണ്ട് പായു പാടത്തേക്ക്. പിന്നെ വലിയ തൊപ്പി ഉണ്ടോ എന്ന് നോക്കും, നിൽക്കാൻ കൊണ്ടുവച്ച് തൊപ്പി ഇതാണ് കൊതുവിനെ പിടിക്കാൻ, അല്ലെങ്കിൽ നഖം മുറിച്ചിടാൻ. നമ്മളെ ഹദീബ് പറഞ്ഞു നടന്ന് ഇപ്പോൾ പള്ളി നോക്കുമ്പോൾ പുതിയ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്, ഇത്ര വലിയൊരു നഖവും കാലിൻ്റെ തോലും, മേലാൽ ആരും ചെയ്യല്ലേ പള്ളിയിൽ. ഇത് പത്തന്മാർക്ക് പറിച്ച് കാലിന് മഴമ്പിൻ്റെ തോലം കളഞ്ഞപ്പോൾ وقال النبي صلى الله عليه وسلم يا ميمونة تعبدي بالله من عذاب القبر. മൈമൂന, അദാബുൽ ഖബറിനെ തൊട്ട് നീ അള്ളാഹുവിനോട് കാവലിനെ തേടണേ എന്ന് പറഞ്ഞു. ഖബറല്ലേ അദാബ്. വ ഇന്ന മിൻ അശദ്ദി അദാബിൽ ഖബരി യാ മൈമൂന അൽ ഗീബത്തു വൽ ബൗൽ. അദാബുൽ ഖബറിൻ്റെ ഏറ്റവും കടുപ്പത്തിൽപ്പെട്ടാണ് ഇത്. ഒന്ന് ഗീബത്ത്, മറ്റൊന്ന് ബൗല്. ബൗല് എന്ന് പറഞ്ഞാൽ മൂത്രം തെറിക്കുന്നൊന്നും ഛർദ്ദിക്കില്ല, മൂത്രം ഒഴിക്കണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. ആളെ കാട്ടിയിട്ട് വിശ്വാസ കാട്ടണമെന്നല്ല. പക്ഷേ ചില സ്ഥലത്ത് പോയാൽ ഈ തെറിക്കുന്ന എഴുതിക്കില്ല. നിങ്ങൾക്ക് ഞമ്മ രാത്രി അന്നിങ്ങുണ്ടേന വലിയ പ്രസിദ്ധമായ അറബി കോളേജ് കയറി നോക്കുമ്പോഴേക്ക് 1 സെൻറ്റിമീറ്ററാണ് മൂത്രച്ചോളിൻ്റെ ആഴം. ആദ്യത്തെ എല്ലാം പറിച്ച് പണ്ട് ക്ലോസറ്റെല്ലാം പറിച്ച് ചാടിയിട്ട് പണ്ട് ക്ലോസറ്റായിരുന്നു, അതുകൊണ്ട് വലിയ വിഷമയില്ല. എല്ലാം പറിച്ചാടിയിട്ട് 1 സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള ടൈൽസ് വെച്ചു ഒഴിച്ചാൽ എന്താക്കും, മുഴുവനും മൊത്തം ഉണ്ടാകും, അതിന് റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ. ഇനി ശക്തമായിട്ടൊന്ന് ഒഴിച്ചാൽ ശരീരം മുഴുവനും മൂത്രം കൊണ്ട് നടന്നിട്ടുണ്ടാവും അതിൻ്റെ ചാറിൽ. ഇതാരും കാണുന്നില്ലേ, ഇവിടെ നിൽക്കിരിക്കുന്നില്ലേ. അവസാനം ശക്തമായി മുത്തിരിക്കാൻ മുട്ടി നമുക്ക് ഒഴിക്കാണ്ടിരിക്കേണ്ടി വന്ന്. അതാണ് ബൗല്. ഇങ്ങനത്തെ ഒരു സംഭവത്തിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച മരം ഒരു മട്ടിൽ പൊളിയാക്കി രണ്ടെണ്ണത്തേക്ക് കുഴിച്ചിട്ടത്. എന്നിട്ട് പറഞ്ഞു, അതാ ഒരാൾ നാവ് സൂക്ഷിക്കൂല, ഒരാൾ മൂത്രം സൂക്ഷിക്കൂല എന്നല്ല കാര്യം വരുന്നത്.
വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അദാബൽ ഖബരി മിൻ സലാസത്തിൻ, ഖബറിലുള്ള അദാബ് 3 കാരണങ്ങളാലാണ്. 1 ഗീബത്ത്, 2 നമീമത്ത്, വൽ ബൗൽ 3. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ എന്തായി? നമീമത്ത്. അതുകൊണ്ട് ഫഇയ്യാക്കും ഹിദാലി, അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. വയ്യാക്കും അവതാരിക്കാം എന്നെത്തി. قال الإمام الشافعي رضي الله عنه احذر لسانك أيها الإنسان لا يلدغنك إنه ثعبان. നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം മനുഷ്യ, അതൊരു പാമ്പാണ്, അത് നിന്നെ കുത്തും കേട്ടാ. മറ്റൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് അതിന് വലിയൊരു കിടങ്ങ് കെട്ടിയിട്ട് പല്ലിൻ്റെ ഉള്ളിലാന്ന് അല്ലാഹു തആല ആക്കിയതിന് അതിൻ്റെ പുറത്ത് വേറൊരു കവറും കൂടെ ആക്കിയിട്ടുണ്ട്. അത്രയും ബന്ധാക്കി. എല്ലാ അംഗങ്ങളും എന്താക്കും? നേരം വെളുത്ത പാടെ നാവിനോട് വെച്ച് പറയുമ്പോഴോ നീ എന്തെങ്കിലും അഴിഞ്ഞാടിയ അടി നമുക്ക് പുറത്താണ് കിട്ടുക. നമ്മൾ പുറം കൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കിട്ടുന്ന അടിയാടേന്ന് പുറത്തും അടിയിരിക്കും. അപ്പോൾ നിരപരാധികളെ നമ്മളെ ശിക്ഷിക്കാൻ നീ കാരണമാകല്ലേ. കം ഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത് തഹാബു ലിഖാഅഹുൽ അഖ്റാനു. ഖബറുകളിൽ എത്ര ആളുണ്ടെന്നറിയോ? ഏത്? അവൻ്റെ നാവ് അവനെ കൊന്നിട്ടുണ്ട്. നാവ് കൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തികൾ എത്രയോ ഖബറിലുണ്ട്. അതാ അവൻ്റെ സുഹൃത്തുക്കൾ അത് കാണുന്നത് പോലും പേടിയാകുന്നുണ്ട്. എത്ര ഖബറിൽ അദാബ് ഇപ്പം പറഞ്ഞില്ലേ ഹദീസ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥം ഒന്ന് കണ്ടെങ്കിൽ ജനങ്ങൾ മറ്റുള്ളവർക്ക് പേടിയാകുമല്ലോ ഇവന് ഈ അദാബ് എടുക്കപ്പെടുന്നത് കാണുമ്പോൾ. എന്താ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സിദ്ഖി, നിങ്ങൾ സിദ്ഖ് മുറുകെ പിടിച്ചുകൊള്ളണം. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി. ഇത് മുമ്പ് എന്താക്കുന്നു നമ്മൾ ആദ്യത്തെ ഓഫീസിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെ. ഇനി വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കദബൽ അബ്ദു തബാഅദൽ മലക്കു മൈലൻ മിൻ നത്നി മാ ജാഅ ബിഹി. മലായിക്കത്തുകൾ എന്താക്കും? 1 മൈൽ ദൂരത്തേക്ക് അകന്നു പോകും. ഇവ ആ കളവിൻ്റെ നാറ്റം കാരണത്താലാണ്. ഇത് അല്ല, അത് മുമ്പ് തേച്ചും പറഞ്ഞത് കൊണ്ട് പിന്നാടാ അത് മുമ്പ് കേട്ടതുകൊണ്ട് ആവർത്തനം വേണ്ടെന്ന് വെച്ചിട്ട് വിട്ടു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലിമൻ യുഹദ്ദിസു. ഒരാൾ സംസാരിക്കുന്നു ഫയക്ദിബു, അയാൾ കളവ് പറയും. എന്തിനാ? ലിയഹ്ലിക്കൽ ഖൗമു, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട്. വൈലുല്ലഹു വൈലുല്ലഹു എന്നാണ് പറഞ്ഞത്. അവന് നാശം, അവന് നാശം എന്ന് പറഞ്ഞിട്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഅദ റജുലു അഖാഹു, ഒരു റജുലി അവൻ്റെ സഹോദരനോട് വാഗ്ദാനം ചെയ്തു. വമിൻ നിയ്യത്തിഹി, അവൻ്റെ മനസ്സിലുള്ള എന്താണ്? അൻ യഫിയലഹു, അത് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ സാധിക്കാം. പക്ഷെ ഫലം യഫി വലം നജി, അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അവൻ വന്നതുമില്ല. ഫല ഇസ്മാലി, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവൻ്റെ നീയത്താടെ നോക്കി. നേരെ മറിച്ചോ തിരിച്ചായാൽ അതല്ലേ മിസ്ബാഹുൽ ഓതിയത്, ഒരാളോട് വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കൂല എന്നാണ് ഇവൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ അത് കട്ടൈന് തുല്യം വന്ന് കള്ളനാണ്, സാരിക്കാണ്. അങ്ങനെ 3-4 കാര്യം എണ്ണീയിട്ടുണ്ട്. അർബഅത്തു ജവാഹിറുൻ ഫി ജിസ്മി ബിനി ആദം യുസീലുഹ അർബഅത്തു അഷിയാ. മനുഷ്യനിൽ 4 മുത്തുണ്ട്. ആ മുത്ത് നഷ്ടപ്പെടും 4 കാര്യങ്ങളുണ്ടായാൽ. എന്താണ് ജവാഹിർ? ഏതാ? അഖല്, ദീന്, ഹയാ, അമൽ സാലിഹ്. 1 അഖല് ബുദ്ധി, 2 ദീന്, 3 ഹയാ, 4 അമൽ സാലിഹ്. ഇത് 4 ജൗഹറാണ്. ഈ 4നെ കളയതാ ഫൽ ഫഖർ യുസീലുൽ അഖല. ഫക്കീർത്തരം വന്നു പോയാൽ പിന്നെ അഖല് പോയി. ഫക്കീർത്തരത്തിന് അത്ര എഫക്റ്റാണ്. വൽ ഹസദോ യുസീലുദ്ദീന, ദീനിൽ 2ാമത്തെ അസൂയ ഉണ്ടായാൽ ദീനും പോയി. വത്തമഉ യുസീലുൽ ഹയാ, മറ്റുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത് ഹയായിനെ ഇല്ലാണ്ടാക്കും. വൽ ഗീബത്ത് തുസീലുൽ അമല സാലിഹ്, ഗീബത്ത് എന്താക്കും? ഇവൻ ചെയ്ത അമലെല്ലാം ഇല്ലായ്മ ചെയ്തു, മറ്റവൻ്റെ പട്ടികയിലേക്ക് പോയി.
പിന്നെ അൽ ഖൽഖു ഫിൽ അമാനത്ത് ഹംസത്തു അസ്നാഫിൻ, അമാനത്തിൻ്റെ വിഷയത്തിൽ പടപ്പുകൾ 5 തരക്കാറുണ്ട്. അന്ന് അഹദുഹും, അതിൽ അൽ ഉലമാ, ഒന്ന് ഉലമാകാണ്. വ അമാനത്തുഹും, ഉലമായിന് ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് എന്താ? അൻ നസീഹത്തു ലിൽ ഖൽഖി, പടപ്പുകൾക്ക് നസീഹത്ത്. അതോടൊപ്പം മായ കത്തയത്തമായി മിന്നു, അറവക്കൽ നിന്ന് ഇന്നതൊക്കെ കിട്ടണം, ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടണം എന്ന ആഗ്രഹം മുറിച്ച് മാറ്റിയിട്ട് നസീഹത്ത്. അത് മനസ്സിലായി ഞാൻ. അസ്താനി, രണ്ടാമത്തെ വിഭാഗത അൽ ഉമറാ, ഉമറാക്കൾ. വ അമാനത്തുഹും, അവരുടെ അമാനത്ത് എന്താണ്? അൽ അദ്ലു ബൈനന്നാസ്, ജനങ്ങളിടയിൽ നീതിയോടെ പ്രവർത്തിക്കലാണ്. അസ്സാലിസു, മൂന്നാമത്തെ വിഭാഗം അത്തുജാർ, കച്ചവടക്കാരാണ്. വ അമാനത്തുഹും, അവർക്കുള്ള അമാനത്ത് ഇൻസാഫുന്നാസി മിൻ അൻഫുസിഹിം, ജനങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസാഫ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അങ്ങോട്ട് കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടേണ്ടത് അങ്ങോട്ടും കിട്ടണം. നിങ്ങൾക്ക് മറ്റുള്ള ജനങ്ങളെ ഉപഭോക്താക്കളുടെ വക്കൽ നിങ്ങൾക്ക് കിട്ടാൻ പ്രതീക്ഷിക്കുന്നത് കച്ചവടക്കാർ വക്കുന്ന ഉപഭോക്താക്കൾ അങ്ങോട്ടും കിട്ടണം, അല്ലെങ്കിൽ വൺ വേ ഇല്ലേ? അതാണ് ഇൻസാഫ് പറയുന്നത്. അപ്പോൾ വജിത്നാബുൻ നജിസ് ഫി മക്കായിലിഹിം വ മവാസിനിഹിം, അളത്തത്തിലും തൂക്കത്തിലും നജിസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, വഞ്ചിക്കൽ, അതുപോലെ കുറക്കൽ, കുറച്ചെടുക്കുക. എന്നാൽ കുറേ കച്ചവടം ചെയ്യുമ്പോൾ എന്താക്ക് 1-2 കിലോ സാധനം ഇവിടെ ബാക്കി കിട്ടും. അതാ. അർറാബിയോ, നാലാമത്തെ വിഭാഗം അൽ ഫുഖറാണ്. വ അമാനത്തുഹും, അവരുടെ അമാനത്ത് എന്താ? കത്മാനു സിദ്ദ, പ്രയാസങ്ങൾ മറച്ചു വെക്കുക, ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പാടണ്ട. തർക്കു ശിക്കായത്തിൽ ലഗനിയാകും, സമ്പന്നന്മാരോട് പോയിട്ട് ശിക്കായത്ത് പറയാതിരിക്കുക. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, തിന്നിട്ടില്ല. അൽ ഖാമിസ്, 5-ാം വിഭാഗര അൽ അഗ്നിയ, സമ്പത്തുള്ളവരാണ്. വ അമാനത്തും അദാ ഉൽ ഹുഖൂഖില്ലത്തി ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ എന്തെല്ലാം ഹക്ക് വിടാനുണ്ട്. അത് സക്കാത്ത് വിട്ടാനുണ്ടാവും, സദഖകളുണ്ടാകും, പല തബറുവാത്തുണ്ടാകും. വശുക്രില്ലാഹി അസ്സ വജല്ല ഫി ജമീൽ അഹ്വാൽ, ഏത് അവസരത്തിലും അല്ലാഹു തആലാക്ക് ശുക്രോടുകൂടി നീങ്ങലാണ്. ഇനി ഇതെഴുതുന്ന കിതാബ് റിയാദുൽ ഉൻസ് എന്ന കിതാബിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഖ്താബ ജാറഹുൽ മുസ്ലിമ ഹവ്വലല്ലാഹു ഖൽബഹു ഇലാ ദുബരിഹി യൗമൽ ഖിയാമ, അവൻ്റെ കൂടെ പെരുമാറുന്ന മുസ്ലിമായ ഒരു സഹോദരൻ ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ ഇവൻ്റെ കൽബന്താക്കും അല്ലാഹു തആല ദുബറിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതാണ്. മിൻ ഖബലി അൻ നതമിസ വുജൂഹൻ ഫനറുദ്ദുഹാ അലാ അദ്ബാരിഹ, നമ്മൾക്ക് തൻവീറുള്ള ദഹാനമ പറയുന്നതിനത്. മിൻ ഖബലി അൻ നതമിസ വുജൂഹിനെ തംസാക്കും, ഫനറുദ്ദുഹാ അലാ അദ്ബാരിഹ, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി നടുക. അന്നത്തെ വുജൂഹൻ ഫനറുദ്ദുഹാ അലാ അദ്ബാരിഹ ഫനൽ അനഹും കമാല അന്ന. ഇനി വയുഖാലു അൽ ബരീഉ ജരീഉൻ വൽ ഖായിനു ഖായിഫുൻ വയുഖാലു മൻ ഖാന ഫലാ ഖാന. അതൊരു പഴമൊഴിയാണ്, ഹദീസല്ല. എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൾ ജരി എപ്പോഴും ധൈര്യവാനായിരിക്കും എന്നാണ്. കാരണം ആര് ചോദിച്ചാലെല്ലാം എനിക്ക് സ്വത്ത് പറയാനോ ഒന്നും ഒളിപ്പിച്ച് വെക്കേണ്ട ഒന്നും ഉണ്ടാവില്ല. ബരീ ജരി ആണ്. ഖായിനായാലോ ഖായിഫാണ്. കാരണം പിടിച്ചു കളിയോ അവിടെ ചോദ്യം ചെയ്യോ, ഇവിടെ ഒരു കടമ്പ വിട്ട് അപ്പുറം പിടിക്കുമോ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഖൗഫിലാണ് ഉണ്ടാകുക. ഈ നമ്മൾ എയർപോർട്ടിനെ ചിന്തിച്ച് നോക്ക്, സുരക്ഷിതമായിട്ട് വെറും അങ്ങനെ ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയും ചെക്കിങ്ങും ഇല്ല, കേസാക്കാനോ പിടിച്ചു വെക്കാനൊന്നുമില്ലല്ലോ. നിരോധിക്കപ്പെട്ട സാധനം വെള്ളതും കടത്തിയാൽ ഖായിനായി കഴിഞ്ഞാൽ ആ നിയമത്തിനെ ലംഘിച്ചവനായില്ലേ. ഓരോ ക്യാമറയിലും എനിക്ക് പേടിയാന്ന്, അവിടെ പിടിക്കോ പേടിച്ച് പോയി കഴിഞ്ഞാൽ തന്നെയും പിടിക്കും ചിലപ്പോൾ. ഞാനെന്താക്കിയാലും എയർപോർട്ടിൽ നിന്നെല്ലാം കഴിച്ചില്ലായി മുറ്റത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ ടാക്സി പിടിക്കാനുള്ള ബദ്ധപ്പാടാ. ഇങ്ങനൊരു പോലീസ് ശ്രദ്ധിക്കുന്നു, അയാൾക്കത് ഇത്ര വലിയ ബന്ധപ്പാടാ, അവനെങ്കിൽ വിളിച്ചോട്ടെ. ടാക്സി പിടിക്കുന്ന സാധാരണ ആൾ പോകുമ്പോൾ പോയാൽ മതി, ഇവനിക്കെന്ത് ഇത്ര വലിയ ബന്ധപ്പാട് ഇവിടുന്ന് രക്ഷപ്പെടാനേ. അവനെങ്കിൽ വിളിക്കുന്നതായിട്ട് രണ്ടാമത് പരിശോധിച്ചപ്പോൾ അത് പിടികിട്ടിയത്. അതോരൊരു കണ്ണെന്ന്. അതാ മൻ ഖാന ഫലാ ഖാന, ഖിയാനത്ത് ചെയ്തോ എന്നാൽ ഓനില്ലാത്ത പോലെയെന്നാണ്. ഇയ്യാക്കും വൽ ഖിയാന, ഖിയാനത്ത് നിങ്ങൾ സൂക്ഷിക്കണം. ഫൈൻഹ ബിഇസത്തിൽ ബിത്താന,
അതും ഹദീസ് അഖ്ബാറിനെ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ രഹസ്യ കൂട്ടുകാരിൽ ഏറ്റവും മോശമായ കൂട്ടുകാരനാണെന്ന്. അത് എന്ന റൗളത്തുൽ ഉൻസ്. ഇനി മറ്റവർ പറഞ്ഞില്ലേ, അള്ളാഹ് അവനെ നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനോടുള്ള ഖേദപ്പാട് കൊണ്ടും സിമ്പതി കൊണ്ടാണെന്നല്ലേ പറയുന്നത്. അതിനാ പറയുന്നത് വമ്മർ റഹ്മത്തു അലാ ഇസ്മിഹി ഫദാലിക ഹസനുൻ. അവൻ്റെ കുറ്റകൃത്യത്തിൻ്റെ മേൽ ഓർമ്മിച്ചിട്ട് അവനോട് കാരുണ്യം തോന്നുക എന്നുള്ളത് വളരെ നല്ലത് തന്നെ ആണെങ്കിൽ വലാകിൻ ഹസദുക ഇബ്ലീസു ഫസ്തന്തക ബിമാ യൻഖുലു മിൻ ഹസനാതിക ഇലി. പക്ഷേ ഇബ്ലീസ് നിന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? നീ ചെയ്ത ഹസനാത്തെല്ലാം മോൻ്റെ പട്ടികയിലേക്ക് നീക്കാനുള്ള ഒരു പരിപാടി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദമാഹു അക്സറ മിർ റഹ്മതിക്. നിൻ്റെ റഹ്മത്ത് അവനോട് കാട്ടുന്നൊരു ഹസനാത്തല്ലേ. അവൻ്റെ കുറ്റകൃത്യത്തിനെ പറ്റിയിട്ട് ഈ റഹ്മത്ത് തോന്നി സിമ്പതി കാട്ടുക എന്നുള്ള ഹസനാത്താണല്ലോ. അതിനാക്കാണ് ഇവലെ ഹസനാത്ത് നീ എന്താക്കി, ഇബ്ലീസ് നിന്നെ ചോർത്തിപ്പിച്ചിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ഹസനാത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഹസനാത്ത് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം കൊണ്ടാകുന്നത്. അപ്പോൾ ഫയഖ്റുജു അൻ കൗനിഹി മർഹൂമൻ. അപ്പോൾ ഇവ മർഹൂമായിട്ടില്ല, ഇത് നിൻ്റെ റഹ്മത്തിന് കിട്ടിയാളാ. വതൻകലിബ അൻത മുസ്തഹിഖൻ ലിയൻ തകൂന മർഹൂമൻ. നീയാണ് മുർഹമാകേണ്ടത്. കഷ്ടം, നിൻ്റെ ഹസനാത്ത് മുഴുവൻ എന്തായി മറ്റവൻ്റെ പട്ടികയിലേക്ക് പോയല്ലോ എന്നുള്ളത്. നിന്നെ പറ്റിയാണ് മർഹൂമാക്കേണ്ടത്. ഇത് ഉഹബിത അജുറുക വനഖസ മിൻ ഹസനാതിക. നിൻ്റെ ഹസനാത്ത് ചുരുങ്ങി നിൻ്റെ പ്രതിഫലമെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. ഇനി വകദാലിക്കൽ ഖദബു ലില്ലാഹി തആല ലാ യൂജിബുൽ ഗൈബത. അള്ളാഹുവിന് വേണ്ടിയുള്ള ദേഷ്യം പിടിക്കൽ എന്നൊന്നുണ്ടല്ലോ. ഇത് പിന്നെ മർഹൂം വെച്ചാൽ വേറൊരാളെ കാരുണ്യത്തിൻ്റെ വിധേയനാകലേ മർഹൂം. മറ്റാളെ പറ്റി പറഞ്ഞാൽ അയ്യപ്പം എല്ലാവരും വാർന്നിട്ട് അയാൾക്ക് റഹ്മത്ത് കൊടുക്കട്ടെന്ന്. അയാളിപ്പം വലിയ പ്രയാസത്തിലാണ് ഉള്ളതെന്ന്. അതെ റഹ്മത്ത് കിട്ടപ്പെടേണ്ടുന്ന ഒരാൾ, എല്ലാവരും കാരുണ്യം ചൊരിയേണ്ട ഒരാൾ എന്നായി. ഇനി അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഖദബ് കൊണ്ടാണ്, ദീനിന് വേണ്ടിയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞെന്നാണ് ചിലർ ന്യായീകരിക്കല്. അത് ഗൈബത്തിനുണ്ടാക്കി തീർക്കുമോ? ഗൈബത്ത് ജായിസാക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ഇല്ല. അങ്ങാടിയിലിട്ടിട്ട് ചിലരെല്ലാം ഇങ്ങനെ പറഞ്ഞു പല ഗൈബത്തും നമയത്തും പറഞ്ഞ ദീനിനോടുള്ള കൂറ് കൊണ്ടാണ്, ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താ അത് ഗൈബത്തിനുണ്ടാക്കുന്ന വസ്തുവല്ലല്ലോ. വൈന്നമ ശൈത്താനു ഹബ്ബബ ഇലൈക്കൽ ഗൈബ. ശൈത്താൻ എന്താക്കിയെന്നറിയോ? ഗീബത്ത് നല്ലതാക്കി തോന്നിപ്പിച്ച്, എന്നിട്ടോ അതിനൊരു ഉതിരുണ്ടാക്കിയതാണ് ദീനിനോടുള്ള കുറവുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ദീനിൻ്റെ നിലനിൽപ്പുണ്ടാവില്ല എന്ന് പറയുന്നു. ദേഹബിത്ത അജറ കളബിക്ക്, അഥവാ നിനക്ക് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊരു കളബ് ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ കളബ് ഇതുകൊണ്ട് പോയി നഷ്ടപ്പെട്ടിരിക്കുന്നു. വ തസീറു മുഅറദലി കളബില്ലാഹി തആല ബിൽ ഗീബ. ഗീബത്ത് കാരണത്താൽ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ പാത്രീഭൂതനായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത്. രണ്ടായാലും വരുമല്ലോ. അതല്ലേ ഖത്താലിമാൻ പറഞ്ഞല്ല, ഈസാ അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ ഒന്നിച്ചടക്കുമ്പോൾ ഒരു നായ് ചത്തിട്ടിങ്ങനെ കിടക്കും, ഭയങ്കര വാസന, നിറയിച്ച് എന്നിട്ട് എല്ലാവരും മൂക്ക് കുത്തി വരും. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ പല്ല് കണ്ട മുത്ത് പോലെ ഉണ്ട്, മുത്തുമാല പോലെ ഉണ്ട്. മൂപ്പർ എന്നാക്കി അതിനെ എതിർത്തിട്ട് പറഞ്ഞു, നീയൊക്കെ അതിൻ്റെ മണം പറ്റിയില്ലല്ലോ, എനിക്ക് അതിൻ്റെ പല്ല് വെച്ചിട്ടുണ്ട്, മുത്തുമാല പോലെ ഉണ്ട്, അത് ഹയ്യലുണ്ട്. എന്നിട്ട് പറഞ്ഞു ആ പട്ടിനെ എങ്ങനെ വിട്ടുകൂടെ, ഞങ്ങൾക്ക് എന്തിനാ ഞാൻ ആവശ്യം പറയാൻ നിൽക്കുന്നു. അപ്പം മോമിനെ പറയുമ്പോൾ ഗൗരവം കൂടും. കണ്ടോ, അവനിക്ക് പ്രത്യേക ഹുർമത്തുണ്ട്, ആ ഹുർമത്ത് പാലിച്ചില്ല എന്ന് വരും. പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ഉണ്ടായി? നന്നാവോ? ഇവിടെ ഭരണം നന്നാവോ? നമ്മൾ ബൈ കളഞ്ഞെന്നല്ലാണ്ട്. മോണി മൊലുദിക്കുന്നതാണില്ലേ. വഹമ്മത്തഅജ്ജുബു ഇതാ ഇദാ അഖ്റജക ഇലൽ ഗീബ ഫയൻബഗി അൻ തതഅജ്ജബ മിൻ നഫ്സിക അൻത കൈഫ അഹ്ലക്ത ദീനക ബിദീൻ ഗൈരിക ഔ ബിദുന്യാഹു വഅൻത മഅ ദാലിക ലാ തഅ്മനു ഉഖൂബത ദുന്യാ വഹുവ യതിക അല്ലാഹു സത്രക കമാ ഹതക്ത സിത്ര അഖീക ബിത്തഅജ്ജുബി. എന്താ അവിടെ താജുബുണ്ട് അതും പറഞ്ഞത്?
അതായത് ഞാൻ ദീനിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായം പറഞ്ഞിട്ട് ഒരു അത്ഭുതകരമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത് ഗീബത്തിലേക്ക് എത്തിച്ച്. അപ്പം എന്തോ വേണം, ഫയം ബഹി അവിടെ ഒരു വേറൊരു അജബ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അന്ത താജബ മിൻ നഫ്സിക്ക അന്ത, നിൻ്റെ നഫ്സിൽ നീ ഒരു അജബ് കാണണം. എങ്ങനെ? നിൻ്റെ ദീൻ ഹലാക്കാക്കി മറ്റൊരാളെ ദീനിന് വേണ്ടിയിട്ട്. അതിന് ഇതാ അഹ്ലക്ക ദീനക്ക അഹ്ലക്ത ദീനക്ക ബിദീന് ഗൈരിക്ക ഉബി ദുഞ്ഞാഹു, അല്ലെങ്കിൽ എൻ്റെ ദുഞ്ഞാവിന് വേണ്ടി. വാൻത മഅദാലിക്ക, എന്നാലും ലാ തഅമനു ഉഖൂബത്ത ദുഞ്ഞാ, ദുഞ്ഞാവിലുള്ള ശിക്ഷ നിനക്ക് കിട്ടാണ്ടിരിക്കൂല, നീ നിർഭയനാവണ്ട. അതെങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ രഹസ്യം എന്താക്കും? ചോർത്തിക്കളയും. അമ്മാ ഹതക്ത സിത്ര അഖീക, നിൻ്റെ സഹോദരൻ്റെ ശത്രു നീ പറിച്ചു കീറിയതുപോലെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഗ്തീബ ഇൻദഹു അഖൂഹുൽ മുസ്ലിമു വഹുവ യഖ്ദിറു അലാ നസ്രിഹി ഫനസറഹു നസറഹു അല്ലാഹു തആല ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാളുടെ അടുക്കൽ മുസ്ലിമായ സഹോദരനെപ്പറ്റി ഗീബത്ത് പറയപ്പെട്ട് വേറൊരാൾ പറഞ്ഞു, അപ്പോൾ അതിനെ എതിർത്തിട്ട് ആ ഗീബത്ത് പറയപ്പെട്ട വ്യക്തിക്ക് അനുകൂലമായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ, അതായത് ഓനെ കുറ്റമുത്തനാക്കുക, നീ പറയുമ്പോൾ എല്ലാം എന്നിട്ട്. എന്നാൽ നസറഹുല്ലാഹു തആല ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ നസർ കിട്ടും. ഇനി ഫഇല്ലം യൻസുറുഹു വഹുവ യഖ്ദിറു അലാ നസ്രിഹി, അവനെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ലെങ്കിലോ അദ്റകഹുല്ലാഹു ബിഹാ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആ കാരണത്തിന് വേണ്ടി അല്ലാഹു തആല അവനെ ശിക്ഷ കൊണ്ട് പിടികൂടുന്നു. മാമിൻ ഇബ്രിഇൻ യഖ്ദുലു ഇംറഅൻ മുസ്ലിമൻ ഫീ മൗളിഇൻ തുൻതഹകു ഫീഹി ഹുർമതുഹു വയൻതഖിസു ഫീഹി മിൻ ഇർളിഹി, അതിൻ്റെ അർത്ഥം തന്നെ. ഏതൊരു മുസ്ലിമായ വ്യക്തിയും അവനെ പറ്റിയിട്ട് അവനെ ഒന്നത് മറ്റൊരാളിൽ മോശമായിട്ട് പറയുന്നു, എന്നിട്ട് ഇവനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടും സഹായിച്ചിട്ടില്ല, എന്നാൽ ഇവനെ അല്ലാഹു തആല എന്താക്കും? ഇല്ലാ ഖദലഹുല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു, ഇവനിക്കൊരു സഹായം പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ ഇവനിക്ക് സഹായം കിട്ടാണ്ടാവും. വമാമിൻ ഇംറിഇൻ മുസ്ലിമിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗളിഇൻ തഖസ ഫീഹി മിൻ ഇർളിഹി, ഒരു മുസ്ലിമായ വ്യക്തിയുടെ അഭിമാനത്തിനെ പറിച്ചു കീറപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ മർദ്ദിതനായ മനുഷ്യനുണ്ടല്ലോ ഓനെ സഹായിക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ ഇല്ലാ നസറഹുല്ലാഹു തആല ഫീ മൗതിൻ യുഹിബ്ബു ഫീഹി നുസ്റത്തു, ഇവനിക്ക് സഹായം ആവശ്യമാകുന്ന ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അന്ന് സഹായിച്ചിട്ടല്ലാതെ ഉണ്ടാവില്ല. സംഭവം അവർ പറഞ്ഞ ശരി തന്നെയാണ്, പക്ഷേ ഏത് രൂപത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കളവാകും. അങ്ങനെ ഒരു സംവിധാനം ന്യായീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? എങ്ങനെയാണ് ജനങ്ങൾ കണ്ടിയും കേട്ടിയും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ, അപ്പോൾ നമ്മൾ അറിയപ്പെട്ടിടത്തോളം അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തേണ്ടി വരും. സംഭവം ഉണ്ട്, ഉള്ളത് തന്നെ ഇപ്പൊ പറയുന്നത്, ഉള്ളത് പറയുന്നതന്നെയാണല്ലോ ഗൈബത്ത് എന്ന് പറയുന്നത്. അതെ, ഉള്ളത് പറഞ്ഞാൽ ഗൈബത്താവും. അതെ. ഇനി മർറഅ ഔറതൻ ഫസതറഹ കാന കമൻ നഹിയ മൗഊദതൻ, ഒരാൾ ഒരു മുഅ്മിനിന്റെ ഒരു ഐബ് കണ്ട് എന്നിട്ടത് മൂടി വെച്ച്, എന്നാൽ എന്താക്കും? കുഴിച്ചു മൂടപ്പെട്ട ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പൈകാലത്ത് മൗഊദത്തുണ്ടല്ലോ, അതിനെ ജീവൻ കൊടുത്ത മാതിരിയാണ്. മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ യഈബുഹു, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കാത്തുരക്ഷിച്ച് അയാളെ തൊട്ട് ഇവനെ കുറ്റപ്പെടുത്തുന്ന ഒരു മുനാഫിക്കിൽ നിന്ന് ബഅസല്ലാഹു മലക്കൻ, അല്ലാഹു തആല ഒരു മലക്കിനെ അയക്കും, യഹ്മി ലഹ്മഹു യൗമൽ ഖിയാമ, ഈ മനുഷ്യൻ്റെ ലഹ്മിനെ കാക്കാൻ വേണ്ടി, നാറു ജഹന്നമിനെ തൊട്ട് കാക്കാൻ ഒരു മലായിക്കത്തിനെ അല്ലാഹു തആല ഏർപ്പാടാക്കും. വമർ റമാ മുസ്ലിമൻ ബിശൈഇൻ യുരീദു ശൈനഹു, ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ ആക്ഷേപിച്ചു, അയാളെ ഹൈബാക്കലാണ് ഇവൻ്റെ ഉദ്ദേശം അല്ലേ, എന്നാൽ ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, ജഹന്നമിൻ്റെ പാലത്തിൻ്റെ മേലെ അവനെന്താക്കും? അല്ലാഹു തആല തടഞ്ഞു നിർത്തിയിട്ട് ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അല്ല അവൻ പറഞ്ഞതിൽ നിന്ന് ഒഴിവാകുന്നത് വരെയും എന്താക്കും? അവനവിടെ പിടിച്ചു നിർത്തുന്നവർ. ആ ശറഹ കഴിഞ്ഞില്ലേ? മനുഷ്യടുത്തോണ്ട് തോന്നുന്നു. ഇരുപതാ, അതായത്
കാമണിക്കുണ്ടാ? ഇത് നല്ല വർക്കത്തിൻ്റെ അവസാനത്തെ ദിവസമായിട്ടാന്ന് തോന്നുന്നു. ലാസ്റ്റ് കുറച്ച് ഇതാക്കിയോ അത് എടുക്കുന്നത് പോയി അതിനുള്ള കുറച്ച് പേരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഈ ബാബ് തീരുവോ? ഇല്ല പറയുന്നത് റാബിയെ മിറാജ് ചെയ്താലാണ് 8 കാര്യങ്ങൾ എത്തുമ്പോൾ പകുതിയായിട്ടുള്ളൂ. പകുതിയായിട്ടില്ല. ആ മത്തിന തീരുവില്ല റാബീൻ്റെ നോക്കിയാൽ ഹാമിസോ തീരുവില്ല. അതെ റംസാന് ക്ലാസ് വിട്ടില്ലെങ്കിലും ബാക്കി അത് ഈ ബാബന്നെ കിതാബന്നെ തീർക്കല്ല അങ്ങനത്തെ. മൂന്ന് മഹാന്മാർ കൂടിയിട്ട് ബിദാത്തുൽ ഹിദായ മദീനത്ത് വെച്ച് നോക്കാൻ തീരുമാനിച്ച കഥയില്ല നമ്മളെ മെന്നജിലുണ്ടല്ലോ. ഒന്ന് കോഴിക്കോട്ടെ ജിഫിരി തങ്ങൾ അതിലുണ്ടെന്ന് ചരിത്രം പറഞ്ഞു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ